This interview might help you to get a basic knowledge and awareness about becoming a cabin crew member. We have our guest, Adulya Muralidharan. She is the senior cabin crew member at Indigo Airlines. She's a Calicut native and now works in Cochin. Hello, ma'am. ഹായ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ജോലിയാണ് എന്തുകൊണ്ടും ഈ ക്യാബിൻ ക്രൂ മെമ്പർ ആവാന്ന് പറയുന്നത്. ബിക്കോസ് ഇറ്റ് സീംസ് വെരി നൈസ് ടു ബി ഡ്രസ്ഡ് അപ്പ് ലൈക്ക് ബ്യൂട്ടിഫുൾ ലേഡീസ്. നമ്മൾ ഒരുപാട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഒരുപാട് ഡിഫറെന്റ് കൾച്ചറുള്ള ആളുകളുടെ കൂടെ അവരെ അസിസ്റ്റ് ചെയ്തും അവരെ ഹോസ്റ്റ് ചെയ്തും നമ്മൾ ആ ജോലി വളരെ പാഷനേറ്റോടെ ചെയ്യുന്നതാണ്. ഇറ്റ്സ് വെരി 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 ബ്യൂട്ടിഫുൾ. ആൻഡ് ഈ ഒരു ആദ്യം തന്നെ എനിക്ക് ചോദിക്കാൻ തോന്നുന്ന ഒരു ചോദ്യം എന്ന് വെച്ചാൽ, എന്താണ് ഇതിലേക്ക് വരാനുള്ളൊരു മോട്ടീവ്? വാട്ട് മോട്ടിവേറ്റ്സ് യു ടു ബിക്കം എ ക്യാബിൻ ക്രൂ മെമ്പർ? ഇറ്റ്സ് ആക്ച്വലി എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ വന്നൊരു പ്രൊഫഷനാണ് എനിക്ക് ക്യാബിൻ ക്രൂ എന്നുള്ള ജോലി. ഞാൻ സയൻസ് സ്റ്റുഡൻ്റ് ആയിരുന്നു. എല്ലാവരെയും പോലെ നമ്മളെ നാട്ടിലൊരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ സയൻസ് എടുത്തു കഴിഞ്ഞാൽ എന്തായാലും സയൻസിലേക്കുള്ള വേ തുറന്നു കിട്ടാറുള്ളൂ. ഡോക്ടർ, എഞ്ചിനീയർ അല്ലെങ്കിൽ ആർക്കിടെക്ട്സ് അങ്ങനത്തെ ഉള്ളൊരു പ്രൊഫഷൻ ആണ് ആ സമയത്ത്. ഞാൻ ഡിഗ്രിക്ക് വേണ്ടി ജോയിൻ ചെയ്യുന്നത് 2016 ആ ഒരു മൊമെന്റിൽ ഞാൻ ഒരുപാട് ഏറ്റവും കൂടുതൽ നോമിനേഷൻസ് കൊടുത്തത് സയൻസ് ഫീൽഡിലേക്കാണെങ്കിലും കൂടെ I had a financial crush in my family, and that's how I started referring all the newspapers. പെട്ടെന്നൊരു ജോലി ആണ് എനിക്ക് ആവശ്യമുണ്ടായിരുന്നത്. അങ്ങനെ ആ സമയത്ത് ഒരിക്കലും ഒരു ഏവിയേഷൻ എന്നുള്ള ഫീൽഡ് കുട്ടികളാരും തെരഞ്ഞെടുക്കാത്തൊരു സമയമാണ്. പാരൻസും ലിറ്ററലി കേരളയിലൊരു പ്രത്യേക കോൺസെപ്റ്റ് ഉണ്ട് ഏവിയേഷനെ കുറിച്ചിട്ട്. ആരും അത്ര നല്ല കാര്യങ്ങളല്ല ഏവിയേഷനെ കുറിച്ച് പറയാറ്. ആ ഒരു മിസ്കോൺസെപ്റ്റ് നിലനിൽക്കുന്ന ടൈമിലാണ് ഞാൻ ഇതിലേക്ക് ഒരു സ്റ്റീരിയോടൈപ്പ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിന് തന്നെ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് ഫാമിലിയിൽ നിന്നാണെങ്കിലും റിലേറ്റീവ്സും ഫ്രണ്ട്സും എല്ലാവരും പറഞ്ഞു അത് ഒരിക്കലും ഈ ഒരു ജോലി എങ്ങനെ ഉണ്ടാവും എന്ന് അറിയില്ല. ബിക്കോസ് ആ ഒരു സമയത്ത് ആരും തന്നെ ഏവിയേഷൻ, നമ്മൾ ഫിലിംസിൽ മാത്രമേ ഏവിയേഷൻ എയറോസ്റ്റസ് എന്നൊക്കെ പറയുന്ന ഒരു കോൺസെപ്റ്റ് കണ്ടിട്ടേ ഉള്ളൂ. റിയൽ ലൈഫിൽ എനിക്ക് ആരെയും അറിയില്ലായിരുന്നു, ഏവിയേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ അറിയില്ലായിരുന്നു. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് ബ്രേക്ക് ചെയ്തിട്ട് ഞാനായിട്ട് എടുത്തൊരു ഡിസിഷൻ ആയിരുന്നു ഏവിയേഷനിലേക്ക് പോകണം എന്നുള്ളത്. മെയിൻലി ബിക്കോസ് ഐ ഹാഡ് എ ഫിനാൻഷ്യൽ ക്രാഷ്. എൻ്റെ ഫാമിലി സ്റ്റേബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു തീരുമാനം എടുക്കുന്നത്. പിന്നെ നടന്നത് മൊത്തം ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ജേർണി ആയിരുന്നു. പക്ഷേ ഐ എം സോ ഹാപ്പി ബീയിങ് ഇൻ ഏവിയേഷൻ ഇൻഡസ്ട്രി. ഐ ഹാവ് എ ലോട്ട് ഓഫ് തിങ്സ് ടു സേ അബൌട്ട് ഇറ്റ്. ഏറ്റവും ഞാൻ ഇന്ന് ഒരു മെച്ചുവേർഡ് ആയിട്ടുള്ള പേഴ്സൺ ആയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ ഏവിയേഷൻ. ഏവിയേഷനിൽ നിന്ന് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളാണ് എൻ്റെ ലൈഫിൽ ഇതുവരെ ഉണ്ടായത് മൊത്തം. ഒരുപാട് ആളുകളെ മീറ്റ് ചെയ്തു, ഒരുപാട് സ്ഥലങ്ങളിൽ പോയി. ഓൾമോസ്റ്റ് ഒരു 12 കൺട്രീസ് ഞാൻ പോയിട്ടുണ്ട്. ഇപ്പം ഹോൾ ഇന്ത്യ ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഒരുപാട് കോണ്ടാക്ട്സ്, ഫ്രണ്ട്സ് എല്ലാം ഉണ്ട്. എല്ലാ ക്യുസീൻസ്, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കണ്ടു, പഠിച്ചു, കഴിച്ചു. സോ ഇറ്റ്സ് എ വെരി വണ്ടർഫുൾ ജേർണി. We'll have a lot of more talks. തീർച്ചയായിട്ടും ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാവും. അതൊക്കെ നമുക്ക് കേൾക്കാം. മാം, യു ഓൾറെഡി ടോൾഡ് ദാറ്റ് യു ആർ എ സയൻസ് സ്റ്റുഡൻറ് and you came into this industry after completing your degree in science actually. അപ്പോൾ നമ്മളെ ഇപ്പോഴുള്ള കുട്ടികളുടെ ഒരു കൺസേൺ ആണ് +2 കഴിഞ്ഞിട്ട് ഇനി എന്ത്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ മേ ബി നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞ ശേഷം ഫേസ് ചെയ്തിട്ടുണ്ടാവും. കാരണം ഡിഗ്രി കഴിഞ്ഞ ശേഷം പെട്ടെന്നൊരു ജോലി വേണം, അപ്പോൾ എന്ത്. അപ്പോൾ അങ്ങനെ നമുക്ക് പെട്ടെന്നൊരു ജോലി വേണം, അല്ലെങ്കിൽ പിന്നെ ഈ ഫീൽഡിലേക്ക് പാഷനേറ്റ് ആയി നിൽക്കുന്ന കുട്ടികളുണ്ട്. വേറെ ഒന്നിനും താല്പര്യമില്ലാതെ ഇതിലാണ് ഇനി അവരുടെ കരിയർ പോകേണ്ടത് എന്ന് ചിന്തിച്ച് നിൽക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ, അതായത് ഇന്ന കോഴ്സ് കഴിഞ്ഞിട്ടേ ഇതിന് പോകാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്താണ്, അത്തരത്തിൽ അതിൻ്റെ റിക്വയർമെന്റ്സിനെ പറ്റി ഒന്ന് പറയാമോ? ആക്ച്വലി ക്യാബിൻ ക്രൂ ആവണമെങ്കിൽ +2 ബേസിക് ക്വാളിഫിക്കേഷൻ മാത്രം മതി. ഡിഗ്രി എടുക്കണമെന്ന് മസ്റ്റ് അല്ല. ഇന്ത്യയിലാണെങ്കിലും എവിടെയാണെങ്കിലും ഡിഗ്രി ഇസ് നോട്ട് മസ്റ്റ് ഫോർ ക്യാബിൻ ക്രൂ. +2 കംപ്ലീറ്റ് ചെയ്യുക, 50% മാർക്സ് വേണം. ബാക്കി റിക്വയർമെന്റ്സ് കംപ്ലീറ്റ്ലി ഇസ് ബേസ്ഡ് ഓൺ ഹൗ യു പെർഫോം ഇൻ ആൻ ഇന്റർവ്യൂ. അതിൽ ഹൈറ്റ്, വെയിറ്റ്, BMI അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യും. ഹൗ യു സ്പീക്ക്, എങ്ങനെ സംസാരിക്കുന്നു, എങ്ങനെ പെരുമാറുന്നു, യുവർ ബോഡി ലാംഗ്വേജ്, അതാണ് മെയിൻലി ഒരു ഇന്റർവ്യൂ ബോർഡിൽ പോകുന്ന സമയത്ത് അവർ ചെക്ക് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഡിഗ്രി ഈസ് സംതിങ്, ഇറ്റ്സ് ഗുഡ് ഫോർ യു ദാറ്റ് ഇഫ് യു ഹാവ് എ ഡിഗ്രി. അതൊരു എക്സ്ട്രാ ഒരു പോയിന്റ് ആണ്. ഇഫ് യു ഹാവ് എ ഡിഗ്രി ഇറ്റ്സ് വെരി ഗുഡ്.
apart from that, qualification is just sign, I mean, the high secondary qualification is more than enough. അത്രേ ഉള്ളൂ വേണ്ടിയിട്ടുള്ളത്. Apart from that, if you want a degree, it's always good, or you can do it simultaneously. ബാക്കപ്പ് ആയിട്ട് ചെയ്യാം. ബിക്കോസ് ഈ ജോലിയിൽ കയറി കഴിഞ്ഞാൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക് ആണ്. സോ ഇൻ കേസ് സൈമൾട്ടാനിയസ്ലി കിട്ടുവാണെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ്. അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ബേസിക് ഇസ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ. ബാക്കി ഹൗ യു പെർഫോം ഇറ്റ്സ് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ ദാറ്റ്. മാം, ഇപ്പോൾ നമ്മുടെ +2 ഹയർ സെക്കൻഡറി എക്സാംസ് ഒക്കെ കഴിഞ്ഞ് നിന്ന് കുട്ടികൾ പാസ് ഔട്ട് ആവാൻ ഇറങ്ങുന്ന സമയമാണ്. അപ്പോൾ അവർക്ക് ഓൾറെഡി ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അതായത് ഇതിലേക്ക് താല്പര്യം ഉള്ള കുട്ടികൾ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഏവിയേഷൻ കോഴ്സിന് ജോയിൻ ചെയ്യാം എന്ന് വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ഡിഗ്രി, അല്ലെങ്കിൽ മാം ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു മാം ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ജോയിൻ ചെയ്തത്. ഇപ്പോൾ ഡിഗ്രി ചെയ്യുന്നതിലൊരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഒരു ബാക്കപ്പ് പ്ലാൻ, ഇറ്റ്സ് എ ഗുഡ് പ്ലാൻ. അപ്പോൾ അതിനേക്കാളും ഒരു ഏവിയേഷൻ കോഴ്സ് ചെയ്തിട്ട് ഇതിലേക്ക് വരുമ്പോഴുള്ള എക്സ്ട്രാ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഓക്കെ, സോ ഏവിയേഷൻ കോളേജസ് ഇപ്പോൾ ഒരുപാട് കേരളത്തിൽ 1 by 1 ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഹാർഡ്ലി ഒരു 1 or 2, മാക്സ് ഒരു 5 കോളേജസ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ തന്നെ പലർക്കും കൺഫ്യൂഷൻ ഉണ്ട്. കാര്യം റെപ്യൂട്ടേഷൻ ബേസ്ഡ് ചെയ്തിട്ടാണ് ഒരുപാട് പേര് ജോയിൻ ചെയ്യാറുണ്ടായിരുന്നത്. അപ്പൊ എത്രത്തോളം പ്ലേസ്മെന്റ് കിട്ടുന്നുണ്ട് അത് നോക്കിയിട്ടൊക്കെയായിരുന്നു ആ സമയത്ത് ജോയിൻ ചെയ്യാറുണ്ടായിരുന്നത്. പക്ഷെ അവർ തരുന്ന കോഴ്സിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിലാണ് ഹൈലൈറ്റ് ആക്ച്വലി കൊടുക്കേണ്ടത്. നമ്മളൊരു ഏവിയേഷൻ കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് അവർക്ക് എത്രത്തോളം ഈ നമ്മൾ കൊടുക്കുന്ന ക്യാഷ് എത്രത്തോളം യൂട്ടിലൈസ് ആവുന്നുണ്ടെന്ന് നോക്കണം. അവർ തരുന്ന ഓപ്പർച്യൂണിറ്റീസ് ലൈക്ക് ദ സ്റ്റഡീസ് ആയിക്കോട്ടെ, ഗ്രൂമിങ് ക്ലാസ് ആയിക്കോട്ടെ, ചിലവര് സ്വിമ്മിങ് ക്ലാസ്സസ് ആഡ് ചെയ്യും. അതൊക്കെ എക്സ്ട്രാ ബെനിഫിറ്റ്സ് ആണ്. സോ +2 കഴിഞ്ഞ് ഇതിന് ജോയിൻ ചെയ്യുന്ന ഒരാൾക്ക് ഐഡിയ ഉണ്ടാവില്ല എങ്ങനെയാണ് ഹൗസ് ഏവിയേഷൻ ഇൻഡസ്ട്രി എന്ന് അറിയില്ല. അവർ പൊതുവെ ഇപ്പൊക്കെ കുറെ റീൽസ് കാണുന്നത് കൊണ്ട് അങ്ങനെ വളരെ ആക്റ്റീവായിട്ട് പ്രൊഫഷണലി ഒരു നോളജ് ഉണ്ടാവില്ല. ആക്ച്വലി ഈ ജോബ് എന്ന് പറയുന്നത് വെറും ഡ്രസ്ഡ് അപ്പ് ആയി ഒരു റാം വോക്ക് ജോബ് അല്ല, നല്ല റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ജോബ്. അതെ അതെ. പക്ഷെ ആക്ച്വലി അതല്ല അതിനുള്ളിൽ നടക്കുന്നത്. ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ഒരുപാട് ഭയങ്കര റെസ്പോൺസിബിൾ ആയിട്ടുള്ള ജോബാണ്. വളരെയധികം ഡ്യൂട്ടീസ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ചെയ്യാനായിട്ട്. ഗ്രൂമിങ്ങും ആ ഒരു വാക്കിംഗ് സ്റ്റൈലും ആ ഒരു ഹൈപ്പ് മാത്രമേ ഉള്ളൂ ആക്ച്വലി ഉള്ളത്. ഇറ്റ്സ് ഗുഡ് ഇൻ എ വേ, ഇറ്റ്സ് ഗുഡ്. ഒരു സെലിബ്രിറ്റി ലൈഫ് തന്നെയാണ് നമുക്ക്. പക്ഷെ അതിനുള്ളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അത് അറിയണമെങ്കിൽ ഒരു കോഴ്സിന് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുള്ളൂ. ബിക്കോസ് ഓരോരുത്തരോട് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഈ ഒരു ജോലിന്നാണ് പഠിക്കുന്നത്. അത് കാണുന്ന പോലെ അതെ, അത്ര ഈസി അല്ല. അപ്പം ഈ കോഴ്സ് ചെയ്യുന്നതിനെ കൊണ്ടുള്ള ഗുണം എന്താന്ന് വെച്ചാൽ നമുക്ക് കുറേ ഐഡിയാസ് കിട്ടും. കുറേ ഈ ഫാക്കൽറ്റീസ് വരും, അവര് പഠിപ്പിച്ചു തരും എങ്ങനെ ബിഹേവ് ചെയ്യണം, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. അതെ, ഇതിന് റിട്ടൺ ഡിഗ്രീസിനെക്കാട്ടും വേണ്ടത് ഒരു എങ്ങനെ നമുക്ക് ബിഹേവ് ചെയ്യാം, ആളുകളോട് എങ്ങനെ ബിഹേവ് ചെയ്യാം, എങ്ങനെ പേഴ്സണൽ ഹൈജീൻ, പേഴ്സണൽ വേ ഓഫ് ബോഡി ലാംഗ്വേജസ്, അതിൽ നിന്നാണ് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് ഒരാളെ. കാര്യം ഡെയിലി ഒരു 2000 ആളുകളിൽ നമ്മൾ കാണും. പല പല രീതിയിൽ ജനിച്ച് വളർന്ന ആളുകളെ കൾച്ചേഴ്സ് ഡിഫറൻസ് ആയിരിക്കും. പക്ഷെ ഈ ഒരു ജോലിയിൽ കയറി കഴിഞ്ഞാൽ പ്രൊഫൈലിംഗ് എന്ന് പറഞ്ഞൊരു കാര്യം വരും. ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അയാളുടെ എങ്ങനെയായിരിക്കും അയാൾ ബിഹേവ് ചെയ്യുക, അയാളുടെ രീതികൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളത് ഒരു 1 ലുക്കിൽ നമുക്ക് മനസ്സിലാകും. സോ അത് ആദ്യം ഒരു ഐഡിയ കിട്ടും ഈ കോഴ്സുകൾ പഠിക്കുന്ന സമയത്ത്. ബിക്കോസ് നമുക്ക് കണ്ടിന്യൂസ്ലി ഗ്രൂമിങ് ക്ലാസ്സസ് ഉണ്ടാവും, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ്സസ് ഉണ്ടാവും, പിന്നെ ഏറ്റവും കൂടുതൽ മോക്ക് ഇന്റർവ്യൂസ് വരും. അപ്പോൾ ഒരു ഇന്റർവ്യൂ ബോർഡിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം, എന്തൊക്കെയാണ് അതിന്റെ ക്വസ്റ്റ്യൻസ് വരിക, അതെല്ലാം ഒരു കോഴ്സിന് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ബ്രോഡായിട്ട് മനസ്സിലാവും. അതെ, അത് ക്ലിയർ ചെയ്ത് കിട്ടണമെങ്കിൽ അതിന്റെ ഒരു പ്രാക്ടീസ് എപ്പോഴും ഒരു കോഴ്സിന് പോയി കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ കിട്ടും. പിന്നെ ആ യൂണിഫോം ആണെങ്കിൽ നമ്മൾ ബ്ലേസേഴ്സ് ആണ് യൂഷ്വലി യൂസ് ചെയ്യുക ഒരു കോഴ്സിന് ചേർന്ന് കഴിഞ്ഞാൽ. അപ്പൊ ഈ ബ്ലേസേഴ്സും നമുക്ക് കേരളത്തിൽ ഇടേണ്ട ആവശ്യം വരാറില്ല. അൺലെസ് ആൻഡ് ഒരു ഡിഗ്രി കോളേജിൽ, ഒരു എഞ്ചിനീയറിംഗ് കോളേജസിലൊക്കെ പോകുമ്പോഴേ നമ്മൾ അങ്ങനെ ഇടാറുള്ളൂ. അപ്പം ഈ ബ്ലേസേഴ്സ് ആണെങ്കിലും ഡ്രസ്സ് ആണെങ്കിലും ഹൈജീൻ ഭയങ്കരമായിട്ട് ക്ലീൻ ചെയ്തുകൊണ്ടോ. ബേസിക്കലി ക്ലെൻലിനെസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ കോഴ്സിൽ, ഈ ഒരു ജോബിനും. അപ്പം ചെറിയ ചെറിയ മൈന്യൂട്ട് കാര്യങ്ങൾ വരെ ഈ കോഴ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഗ്രൂമിങ് ആണെങ്കിലും പല പല നമ്മൾ അറിയാത്ത കുറേ കാര്യങ്ങൾ ഈ ഒരു കോഴ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ടു ഹാവ് എ കോഴ്സ്. ലൈക്ക്
മോർ ദാൻ അക്കാഡമിക്കലി ഒരു ഡിഗ്രി എന്നല്ലാതെ പ്രാക്ടിക്കൽ ലൈഫ്, അതെ പ്രാക്ടിക്കൽ ലൈഫിൽ അത് നമുക്ക് കടന്നു കിട്ടണമെങ്കിൽ ഒരു കോഴ്സിന് പോകുന്നതുകൊണ്ട് നല്ലതായിരിക്കും. എപ്പോഴും വെച്ച് അഡീഷണൽ ബെനിഫിറ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ മാമിനോടൊരു അതായത് മാം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എനിക്ക് നല്ല രീതിയിൽ നമ്മൾ വി ഹാവ് ടു കീപ് എ ബെറ്റർ പേഴ്സണൽ ആസ്തെറ്റിക്സ് ഓർ പേഴ്സണ ഇൻ ഓർഡർ ടു ട്രീറ്റ് പീപ്പിൾ, അതായത് നമ്മൾ ആളുകളുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നതും അവരെ ട്രീറ്റ് ചെയ്യുന്ന രീതിയും അതൊക്കെ പഠിച്ചിരിക്കണം എന്ന് നമ്മൾ പ്രൊഫഷണൽ വേയിൽ പഠിച്ചിരിക്കണം എന്ന് പറഞ്ഞു. അപ്പം മാം ഒരുപാട് എക്സ്പീരിയൻസ്, ഒരു 6 year above എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അപ്പോൾ ഈ ഇത്രയും ആളുകൾ പല രീതിയിലുള്ള, പല കൾച്ചറിലുള്ള, പല സ്ഥലത്തുള്ള, പല ഇമോഷണൽ സ്റ്റേറ്റിൽ നിൽക്കുന്ന ആളുകളെ മീറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇവരുടെ ഒക്കെ അടുത്തുനിന്ന് ഒരു ഇൻഡിഫറൻ്റ് ആയിട്ടുള്ള മാമിനോ അല്ലെങ്കിൽ മാമിന്റെ ക്രൂ മെമ്പേഴ്സിന് വേറെ ആർക്കെങ്കിലും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള മോശം ആയിട്ടുള്ള രീതിയിൽ റൂഡായിട്ടോ അല്ലെങ്കിൽ ഒരു അബ്യൂസീവ് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു ഹാർഷ് ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്, ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട് ലൈഫിൽ. അത് ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏത് ഇൻസിഡന്റ് ആണെങ്കിലും അത് ബ്രേക്ക് ചെയ്ത്, ഇമോഷൻസ് നമുക്ക് എല്ലാവരും മനുഷ്യന്മാരാണ്, നമുക്ക് എല്ലാവർക്കും ഇമോഷൻസ് ഉണ്ടാവും. ആ ഇമോഷൻസ് ഹോൾഡ് ചെയ്ത് അത് പുറത്ത് കാട്ടാതിരിക്കുക എന്നുള്ളതാണ് ഒരു ക്യാബിൻ ക്രൂവിന്റെ ഏറ്റവും വലിയൊരു അതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ജോലിക്ക്. ഒരിക്കലും ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ഒരാള് ഈ ജോലിക്ക് വന്നു കഴിഞ്ഞാൽ ജോലിയായിട്ട് പോവില്ല. അപ്പം എപ്പോഴും മേ ബി ഇപ്പൊ ഞാൻ എന്റെ വീട്ടിലാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്തായിരിക്കും ഞാൻ ഫ്ലൈറ്റിന് പോയിട്ടുണ്ടാവുക. പക്ഷെ ആ പ്രശ്നങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഇരുന്നിട്ട് ജോലിക്ക് കയറി കഴിഞ്ഞാൽ അത് അവിടെ എഫക്ട് ചെയ്യും. അത് ഈ ജോലി എന്ന് പറയുന്നത് മെന്റലി നമ്മൾ നല്ല സ്റ്റേബിൾ ആയിരിക്കണം, മെന്റൽ ഇമോഷൻസ് കൺട്രോൾ ചെയ്ത് ഹാപ്പി മൂഡായിരിക്കണം. നമുക്ക് മാത്രമല്ല നമ്മളുടെ കൊളീഗ്സിനും ആ ഹാപ്പിനെസ് സ്പ്രെഡ് ചെയ്യണം. സോ എപ്പോഴും ഒരു ഹാപ്പി മൂഡാണെങ്കിലേ ഉള്ളൂ പാസഞ്ചേഴ്സും ഹാപ്പി ആവാം. കാര്യം വരുന്ന പാസഞ്ചേഴ്സ് ചില ആളുകൾ അവരും ഫൈറ്റ് ചെയ്ത് വന്നവരായിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവാം. ചില പാസഞ്ചേഴ്സ് അവരുടെ ഫാമിലി മെമ്പേഴ്സിന്റെ ഹ്യൂമൻ റിമെയിൻസ് കൊണ്ടുപോകുന്ന പാസഞ്ചേഴ്സ് ഉണ്ടാവാറുണ്ട്. സോ ഈ ABCDEF എന്ന സീറ്റിംഗ് ക്രൈറ്റീരിയയിൽ പാസഞ്ചർ ദേഷ്യം പിടിച്ചിരിക്കുന്ന പാസഞ്ചർ ആയിരിക്കാം. എന്തെങ്കിലും കാര്യം കൊണ്ട് നമ്മളോട് ആയിക്കോണമെന്നില്ല, ആരോടെങ്കിലും ദേഷ്യം പിടിച്ചിരിക്കുന്ന ആളായിരിക്കാം. പക്ഷെ ആ ദേഷ്യം, ആ ഒരു ഫ്രസ്ട്രേഷൻ അവർക്ക് പുറത്ത് കാണിക്കാം. കാര്യം അവിടെ കസ്റ്റമർ ആണ്, നമ്മള് എംപ്ലോയി ആണ്. സോ അവരെ സമാധാനിപ്പിക്കുകയും വേണം, കൂടുതൽ നമ്മൾ സമാധാനിക്കുകയും വേണം. അതാണ് ഈ ജോലിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ. എൻ്റെ ലൈഫിൽ ഒരുപാട് സിറ്റുവേഷൻസ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. തട്ടിക്കേറി ചൂടായിട്ടുള്ള പാസഞ്ചേഴ്സിനോട് പോലും ഞാൻ ഒരു മൊമെന്റ് അവർ തീരെ കയ്യിൽ നിൽക്കുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ പിന്നെ കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യരുത്. അവരെ കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യുന്നവരും അവർക്ക് അതൊരു വലിയ ഇറിറ്റേഷൻ ആയി മാറും. നേരെ മറിച്ച് ചെറിയ ദേഷ്യങ്ങളാണെങ്കിൽ അവരെ ഒന്ന് കൂളാക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമുക്കൊരു നോട്ട് കൊടുക്കാൻ പറ്റും, ചെറിയൊരു നോട്ട്. ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതിനെ കൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എപ്പോഴും ഒരു നോട്ട് ബുക്ക് ക്യാരി ചെയ്യും. ചെറിയൊരു സ്റ്റിക്കി നോട്ട്സും ഒരു പെന്നും എപ്പോഴും ഉണ്ടാവും. സോ ചില സിറ്റുവേഷൻസിൽ ആ ഒരു നോട്ട് മതിയാവും ആളുകളെ ചിരിപ്പിക്കാനായിട്ട്. സോ ഞാനിപ്പം സെലിബ്രിറ്റീസ് ആണെങ്കിലും ആരാണെങ്കിലും ഈ ചില സമയത്ത് അവർക്ക് ആ ഒരു നോട്ട് കൊടുക്കുന്ന ഡിഫറൻസ്, സന്തോഷം വളരെ വളരെ വലുതായിരിക്കും. അതേപോലെ ഒരു ചില പാസഞ്ചേഴ്സ് ഭയങ്കര മൂഡി ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പൊ അവരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്തോ അവര് ഗോയിങ് ത്രൂ ആണ് എന്തോ ഒരു കാര്യത്തിൽ എന്നുള്ളത്. സോ ഇപ്പൊ റീസെന്റ് ആണെങ്കിലും എൻ്റെ ഒരു കസ്റ്റമർ, പുള്ളിക്കാരൻ്റെ എന്തോ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോവാണ്. ആൻഡ് ഇറ്റ് വാസ് ഓൺ വിമൻസ് ഡേ. അപ്പം ഞങ്ങളുടെ എയർലൈനിൽ കംപ്ലീറ്റ്ലി ഗേൾസ് മാത്രമാണ് ഉള്ളത്, ക്രൂ ആയിട്ടുള്ളത്. പുള്ളിക്കാരൻ വന്നു, ഹി ഓൾറെഡി ഹാഡ് എ ടോക്ക് വിത്ത് വൺ ഓഫ് മൈ മാനേജർ. അപ്പം ഞാൻ എൻ്റെ ലൈഫിൽ കടന്നു പോയിട്ടുള്ള കാര്യങ്ങളെല്ലാം പുള്ളിക്കാരി പറഞ്ഞതുകൊണ്ട് തന്നെ അവർക്കത് വളരെ ഒരു ഇൻസ്പയറിംഗ് ആയി തോന്നി. ഞാനും ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. നമുക്ക് മാത്രമല്ല അവർ ചിലപ്പോൾ നമ്മളെ സർപ്രൈസ് ചെയ്യും. നമ്മൾ അങ്ങോട്ട് സർപ്രൈസ് ചെയ്യിക്കാൻ മാക്സിമം നോക്കുമ്പോൾ ചില പാസഞ്ചേഴ്സ് നമ്മൾ ഇങ്ങോട്ട് സർപ്രൈസ് ചെയ്യിക്കും. സോ പുള്ളി ഒരു നോട്ട് എനിക്ക് കൊണ്ടു തന്നു. ഫ്ലൈറ്റിന്റെ എൻഡ് ആയപ്പോഴേക്കും പുള്ളി ഒരു നോട്ടിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഇമോഷണൽ ആയി. ഹിസ് ഐസ് വാസ് ഓൾവേസ് ഇറ്റ് വാസ് അബൌട്ട് ടു ബി ഫിൽഡ് വിത്ത് ടീയേഴ്സ്. ആ ഒരു ഗ്ലോ എല്ലാം കണ്ട് ഞാൻ ആദ്യം ഞെട്ടിപ്പോയി. പുള്ളിക്കാരൻ വന്ന് ആ ഒരു നോട്ട് കയ്യിൽ തന്നു. ഞാനത് വായിച്ചപ്പോൾ അതിനകത്ത് ഹൗ വിമൻ എംപവർമെന്റ് ഹാസ് ചേഞ്ച്ഡ്. ലൈക്ക് എത്രത്തോളം നിങ്ങൾ ആസ് എ വിമൺ സഹിക്കുന്നു, ക്ഷമിക്കുന്നു, എന്നിട്ടും വർക്ക് ചെയ്യുന്നു. അത് അവർക്ക് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആണ്. പുള്ളി എന്തോ ഒരു ടഫ് ടൈമിലൂടെ കടന്നു പോവുകയാണ്. അപ്പം ആ ഒരു ഇൻസ്പിറേഷൻ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ചപ്പം വളരെയധികം സന്തോഷം തോന്നി. അപ്പൊ ഇതൊരു ജസ്റ്റ് നോട്ടായിട്ട് വെക്കുകയാണ്, ഹാപ്പി വിമൻസ് ഡേ, കീപ് സ്മൈലിംഗ്, കീപ് സ്പ്രെഡിങ് സ്മൈൽസ് എന്നൊക്കെ പറഞ്ഞ്
ഞാൻ ആകെ ഞെട്ടിപ്പോയി. പക്ഷെ അത് ഞങ്ങൾക്കും ഒരു മോട്ടിവേഷൻ തരും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സിറ്റുവേഷൻസ് ഉണ്ടാവും, പലരും തട്ടിക്കയറി ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. വിചാരിച്ച ഫുഡ് കിട്ടാതെ ആവുമ്പോൾ ചെറിയ ഷോർട്ട് ഫ്ലൈറ്റ്സിൽ ഇപ്പോൾ അവർ വിചാരിച്ച പോലെ ഹോട്ട് മീൽസ് കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. ആ സമയത്ത് അവർ തട്ടിക്കയറും. പക്ഷെ അതേപോലെ നമ്മളും തിരിച്ച് തട്ടിക്കയറിയാൽ അത് അവിടെ വലിയൊരു അടിയാവും. അപ്പം മാക്സിമം അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒഴിവാക്കാൻ നോക്കുക. പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ഞങ്ങൾ ശ്രമിക്കും. മാക്സിമം ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ശ്രമിക്കും. ഇൻ കേസ് എന്നിട്ടും റെഡി ആവുന്നില്ലെങ്കിൽ റൂൾസ് ഉണ്ട്, ഞങ്ങൾക്ക് റൂൾസ് ഉണ്ട്. എയർക്രാഫ്റ്റ് റൂൾസ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളോട് മിസ്ബിഹേവ് ചെയ്യുന്ന ആളുകൾക്ക് ഞങ്ങൾക്ക് വിറ്റ്നസ് ഫോംസ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഞങ്ങൾ തന്നെ വിറ്റ്നസ് ആയിട്ട് ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ അൺറൂളി ഡിക്ലെയർ ചെയ്യാം. ഒരു ഫ്ലൈറ്റിൻ്റെ ഉള്ളിലുള്ള റൂൾസ് എന്ന് പറയുന്നത് ഒരു ഓൺ ഗ്രൗണ്ട് റൂൾസിനെക്കാട്ടിയും കൂടുതൽ പവറുള്ള റൂൾസ് ആണ്. സോ ബിക്കോസ് ഇറ്റ്സ് ഹാപ്പനിങ് ഓൺ ദ സ്കൈ. സോ എപ്പോഴും ആ ഒരു റൂൾസ് ഭയങ്കര കഠിനമായിരിക്കും. അവർക്ക് പിന്നെ ഫ്ലൈ ചെയ്യാൻ പറ്റില്ല. നോ ഫ്ലൈ ലിസ്റ്റിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒരിക്കലും ഫ്ലൈ ചെയ്യാൻ പറ്റില്ല. സോ ഓൾവേസ് പാസഞ്ചേഴ്സിനും അത്രയും ബോധമില്ലാത്ത പാസഞ്ചേഴ്സേ ഉള്ളൂ ഇങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ടാക്കുക. ഫ്രസ്ട്രേഷൻ്റെ പുറത്ത് ചെയ്യുന്നതായിരിക്കാം. ചിലവർ ആ ഫ്ലൈറ്റ് കഴിഞ്ഞ് വന്ന് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് എത്തുമെന്ന് വിചാരിക്കും, അവർ സോറി പറഞ്ഞു വരും, ഞങ്ങളോട് സോറി പറയും. ബിക്കോസ് ഞങ്ങൾ കൊടുക്കുന്ന കൺസെൻറ്റിലോ ഞങ്ങൾ കൊടുക്കുന്ന ആ ഒരു എന്താ പറയുക, ആ ഒരു വിറ്റ്നസ് ഇതിലോ ആയിരിക്കും അവരുടെ ഫ്യൂച്ചർ ബാക്കി ചെയ്യുക. സോ ഞങ്ങൾക്കും ഉണ്ട് അതിൻ്റെ റൂൾസും കാര്യങ്ങളും എല്ലാം. പക്ഷെ ഞങ്ങളത് കാമായി കീപ്പ് ചെയ്തിട്ടാണ് ഞങ്ങൾ ബിഹേവ് ചെയ്യാറുള്ളത്. എപ്പോഴും റൂൾസ് ഒക്കെ നമ്മുടെ റൈറ്റ്സിനെയും കൂടെ പ്രൊട്ടക്ട് ചെയ്യുന്ന റൂൾസ് ആണ്. അതെ, ഒരിക്കലും അൺസേഫ് അല്ല. അത് ഞാൻ പറഞ്ഞ ഈ മിസ്കോൺസെപ്റ്റ്, അതെ ഈ മിസ്കോൺസെപ്റ്റ്സ് ഉള്ളത് നമ്മൾ ഈ ഒരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ സേഫ് അല്ല എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല. അത് എയർക്രാഫ്റ്റ് റൂൾസും DGCA, ഡയറക്ടറേറ്റ് ഓഫ് ജനറൽ സിവിൽ ഏവിയേഷൻ, അതാണ് ഇതിന്റെ ഹെഡ്. എന്താ പറയുക, ഏവിയേഷന്റെ ഹെഡ് ഇന്ത്യയിൽ വരുന്നത് അവരതാണ്. അവർ ഒരുപാട് റൂൾസ് ഉണ്ട് നമുക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ റൂൾസ് അറിഞ്ഞിരിക്കുക, അതിനനുസരിച്ച് നമുക്കും പ്രൊട്ടസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് എക്സ്ട്രീം ലെവലിൽ പോകുമ്പോൾ മാത്രമേ അത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ അതിന്റെ ആവശ്യമില്ല. മാക്സിമം പറഞ്ഞു തീർക്കാൻ പറ്റുന്നത് നമ്മൾ പറഞ്ഞു തന്നെ തീർക്കും. ഫ്ലൈറ്റിൽ തന്നെ എന്ത് സിറ്റുവേഷൻസ് ആണ്, മിസ്ബിഹേവ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്ട്ലി അൺറൂളി നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റും. ക്യാപ്റ്റന്റെ പെർമിഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. സോ അൺസേഫ് അല്ല ഒരിക്കലും. ഏവിയേഷൻ ഇസ് ഓൾവേസ് സേഫ്. ഹാപ്പി ജോളി മൂഡാണ്. എപ്പോഴും ആളുകൾക്ക്, എസ്പെഷ്യലി പെൺകുട്ടികൾക്ക് സേഫ്റ്റി കൺസേൺ ഉണ്ടാവും. ഇന്ത്യയിലും തന്നെ ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നതാണെങ്കിലും 6 വർഷമായിട്ട് ഞാൻ ഒരു മിസ്ബിഹേവ് രീതിയിൽ ആരും എന്നോട് ഇതുവരെ പെരുമാറിയിട്ടില്ല പേഴ്സണലി. പക്ഷേ സിറ്റുവേഷൻസ് ഉണ്ടായാൽ തന്നെ അതിനുള്ള രീതികളുണ്ട്. എയർക്രാഫ്റ്റ് ഡോർ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളത് ഇവിടെ ഓൾറെഡി ക്യാപ്റ്റന് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടാവും. ക്യാപ്റ്റൻ അത് ഗ്രൗണ്ടിലേക്ക് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടാവും. ഡോർ തുറക്കുന്ന മൊമെന്റിൽ അവരെ കൊണ്ടുപോകാൻ പോലീസ് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഓൺ ഗ്രൗണ്ട് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സ്കൈയിൽ നടന്ന എന്ത് കാര്യമാണെങ്കിലും അത് ലീഗലി മൂവ് ആവും. അങ്ങനെ ഈ സ്ലീപ്പ് സൈക്കിൾസ്, നമ്മുടെ സ്കെഡ്യൂളൊക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഹൗ യു ഹാൻഡിൽ സച്ച് തിങ്സ്, ഹൗ യു ഹാൻഡിൽ യുവർ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫ്? ആക്ച്വലി ഐ എം സോ ഹാപ്പി. ഐ ഗോട്ട് എ ബ്ലെസ്ഡ് ഫാമിലി. എൻ്റെ അമ്മ, അച്ഛൻ, അമ്മമ്മ, 2 അനിയത്തിമാരാണ് വീട്ടിലുള്ളത്. അവർക്ക് ഏറ്റവും കൂടുതൽ നന്നായിട്ട് എന്നെ എൻ്റെ വർക്ക് മനസ്സിലാക്കാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം. ബിക്കോസ് യൂഷ്വലി ഫാമിലീസിൽ ആ ഒരു കാര്യം സപ്പോർട്ടീവായിട്ട് വരാൻ തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇത് ഞാൻ ഓഡ് ടൈംസിലായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക. ഏർലി മോർണിംഗ് പുലർച്ചെ 2 മണി 3 മണിക്കായിരിക്കും ചിലപ്പോൾ ഫ്ലൈറ്റിന് പോകേണ്ടി വരിക. ആ ഒരു സമയത്ത് ഞാൻ എണീച്ച് പോകുന്നത് വരെ എൻ്റെ പേരൻസ് ആണെങ്കിൽ അവർ വന്ന് കാപ്പി ചായ എല്ലാം ഉണ്ടാക്കി തന്ന് അവർക്ക് വളരെ ഒരു അവർക്കും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. ചില സമയത്ത് അവരെ ഡിസ്റ്റർബ് ചെയ്യും. ഒബ്വിയസ്ലി ഉറക്കത്തിൽ നിന്ന് എണീച്ച് പോകാന്ന് പറഞ്ഞാൽ എനിക്കും ഇഷ്ടമുള്ള കാര്യമില്ല, അവരുടെയും സ്ലീപ്പ് പാറ്റേൺസ് ഡിസ്റ്റർബിങ് ആണ്. പക്ഷെ അൾട്ടിമേറ്റ്ലി ഇതെന്റെ ജോബാണെന്ന് അവർക്കും അറിയാം. അവരും അത് പ്രൗഡായിട്ട് തന്നെയാണ് കൊണ്ടു നടക്കുന്നത്. എന്നെ പോലെ തന്നെ അവർക്കും ഭയങ്കര പ്രൗഡാണ് എൻ്റെ ഈ ഒരു ജോബ് എന്ന് പറയുന്നത്. സോ ഇൻ കേസ് എനിക്ക് വരാൻ പറ്റാത്ത മിസ്സായി പോകുന്ന ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടാവാറുണ്ട്. എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം മിസ്സായി പോകാറുണ്ട്. കാര്യം ആ ഒരു സ്കെഡ്യൂൾ നമുക്ക് തന്നിട്ടുള്ളത് ആ ഒരു മാസത്തെ ഫ്ലൈയിങ്ങിൻ്റെ ഹവേഴ്സിലനുസരിച്ചിട്ടായിരിക്കും. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ ഫ്ലൈറ്റിൻ്റെ ടൈം അനുസരിച്ച് നമ്മൾ പോയിരിക്കണം എന്നുള്ളതാണ്. സോ എന്തെങ്കിലും ഒരു ഫങ്ഷൻസ് വരുന്ന ടൈം ആവുമ്പോൾ ബേസിക്കലി ഫ്രണ്ട്സും ഫാമിലി റിലേറ്റീവ്സ് ഒക്കെ 6 മാസം മുന്നേ എന്നെ വിളിച്ച് പറയും. അവരെ ഫാമിലി അറിയിക്കുന്നത് മുന്നേ അവരെന്നെയാണ് അറിയിക്കുക. ഇന്ന ദിവസത്തിലാണ് വരുന്നത്, ഇന്ന ദിവസത്തിലാണ്, ഡേറ്റ് ഇതാണ്, ആ സമയമാകുന്നതിനും ഞങ്ങൾക്കൊരു 6 months ബാക്ക് അല്ലെങ്കിൽ ഒരു 3 months ബാക്ക് ലീവിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം ആ സമയത്തിന് ബിഡിങ് കൊടുത്തിട്ട് ലീവ് എടുക്കാം. കിട്ടുമോ ഇല്ലേ എന്നുള്ളത് അൾട്ടിമേറ്റ്ലി അവർ കമ്പനീൻ്റെ ബേസ് അനുസരിച്ചിരിക്കും. പക്ഷേ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കിട്ടുവാണെങ്കിൽ ഒരു മിനിമം ഒരു 3-6 months ബാക്ക് നമ്മൾ അപ്ലൈ ചെയ്യണം ലീവ്സ് ഒക്കെ.
പിന്നെ ഫാമിലി ലൈഫിലാണെങ്കിലും സ്ലീപ്പിംഗ് വലിയൊരു പ്രശ്നമാണ്. അത് ശീലമില്ലാത്തവരാകുമ്പം കുറച്ച് സ്റ്റാർട്ടിങ് ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ഈ ഒരു ജോലി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പിന്നെ നമുക്ക് രാത്രി രാവിലെ എന്നൊന്നുമില്ല. എപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നോ അതാണ് നമ്മുടെ സ്ലീപ്പിംഗ് ടൈം. ചില സമയത്ത് ഒരു 12 hours കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരും. ഇന്റർനാഷണൽ ഫ്ലൈറ്റ്സ് ബാക്ക് ടു ബാക്ക് ചെയ്യുകയാണെങ്കിലും ഇപ്പം കൊച്ചി ബെഹ്റൈൻ കൊച്ചി ഒക്കെ ആണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 7 hours അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലൈയിങ് ഉണ്ടാവും. ആ ഒരു ഫ്ലൈയിങ് കഴിഞ്ഞ് വന്ന് ആ ഒരു സമയത്ത് ഉറങ്ങി അത്രയും നേരം നമ്മൾ ഉറങ്ങുന്നില്ല. ആക്റ്റീവായി നമ്മൾ പാസഞ്ചേഴ്സിന്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ, അവരെ ഉറങ്ങുകയാണെങ്കിൽ ഞങ്ങൾ ക്യാബിനിലൂടെ 2-3 വാക്ക് എടുത്ത് അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ. ചിലപ്പം മലയാളീസ് പൊതുവെ ഒന്നും പറയാറില്ല. അവർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവർ പറയില്ല. വെള്ളം വേണമെങ്കിൽ പോലും അവർ പറയില്ല. അവർ ഭയങ്കര ഷൈ ആയിട്ടായിരിക്കും ഇരിക്കുക കമ്പയർഡ് ടു അതർ സ്റ്റേറ്റിലെ പാസഞ്ചേഴ്സിനെ വെച്ച് നോക്കുമ്പം. ഞങ്ങൾക്ക് പേഴ്സണലി ഞങ്ങൾ എല്ലാ ഫ്രണ്ട്സിനാണെങ്കിലും മലയാളി പാസഞ്ചേഴ്സിന് വളരെ ഇഷ്ടം. അവർ അടങ്ങിയിരിക്കും, ഒരു പ്രശ്നവും അവർക്ക്. സോ ആ ഒരു സമയത്ത് ഞങ്ങൾ നടന്ന് നോക്കി അവരുടെ കാര്യമാണ് ഞങ്ങൾ മെയിൻലി നോക്കുക. ഞങ്ങൾ ഉറങ്ങിയിട്ടുണ്ടാവില്ല. ഞങ്ങളൊരു 7-12 hours ആയിട്ട് ഉറങ്ങിയിട്ടുണ്ടാവില്ല. പക്ഷെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മാക്സിമം ഒരു 10 minutes നാപ്പ് എടുത്താലും അതാണ് ഞങ്ങൾ പവർ നാപ്പ്. ഫ്ലൈറ്റിൽ അത്ര നേരം ഞങ്ങൾക്ക് കിട്ടുള്ളൂ. അത് ഒരാള് നിന്ന് അയാള് ക്യാബിൻ വാച്ച് ചെയ്ത സമയത്ത് ചിലപ്പം മാക്സ് ടു മാക്സ് ഒരു 10 minutes ഞങ്ങൾക്ക് മറ്റേ ആൾക്ക് കിടക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ടേൺ എടുത്തിട്ടാണ് ഞങ്ങളുടെ ഒരു സ്ലീപ്പിംഗ് കോൺഷ്യസ്നെസ് വെക്കുന്നത്. അത് കഴിഞ്ഞ് വന്ന് വീട്ടിലെത്തി ഒരു 6-7 hours കണ്ടിന്യൂസ് ഉറങ്ങി എണീച്ച് ചില സമയത്ത് 2 പ്രാവശ്യം ഉറങ്ങി എണീക്കേണ്ടി വരും. ഒരു ഹാങ് ഓവർ ഉണ്ടാവും. അത്രയും നേരം ഉറങ്ങാതെ നൈറ്റ് കഴിഞ്ഞ് വരുമ്പോൾ ആ ഒരു ഹാങ് ഓവർ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ഉറങ്ങി എണീച്ച് ഒരു ഫുഡൊക്കെ കഴിച്ച് രണ്ടാമതൊന്ന് ഉറങ്ങി എണീച്ച് നമ്മൾ ബാക്ക് ടു നോർമൽ ലൈഫ് ആവുള്ളൂ. അതിനിടയ്ക്ക് ഞാൻ എൻ്റെ ഫാമിലി കൂടുതലുള്ളത് എനിക്ക് അധികം ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല. ഫുഡൊക്കെ റെഡി ആയിട്ട് ഉണ്ടാകും. പക്ഷെ അല്ലാതെ ഒറ്റയ്ക്ക് താമസിക്കുന്നവരാകുമ്പോൾ അവർക്ക് ഫുഡ് ഉണ്ടാക്കണം, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അൾട്ടിമേറ്റ്ലി ഫാമിലി കൂടി അണ്ടർസ്റ്റാൻഡിങ് ആണെങ്കിലേ ഉള്ളൂ ഈ ഒരു കാര്യം. അങ്ങനെ അല്ലാത്തവരുടെ സിറ്റുവേഷൻ അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ലിറ്ററലി. പക്ഷെ ഒരു ടൈം ടേബിളിൽ കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ കുഴപ്പമില്ല. ഇന്ന സമയത്ത് ഉറങ്ങി എഴുന്നേൽച്ച്, അതിപ്പം ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ ഉറങ്ങി എഴുന്നേൽച്ച് കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത്. ഒരുപാട് പേര് കല്യാണം കഴിച്ചവരുണ്ട്, കുട്ടികളുള്ളവരുണ്ട്, അവരുടെ എല്ലാവരുടെ കാര്യങ്ങൾ നോക്കുന്നവരുണ്ട്. ചിലർ ഫാമിലിന്ന് സ്റ്റേ എല്ലാം അവേ ആണ്. ഇപ്പം കൊച്ചിയിലുള്ള ആളുകളാണെങ്കിലും ഒരുപാട് ദൂരമുള്ളവരൊക്കെ അടുത്തേക്കായിരിക്കും താമസിക്കുന്നുണ്ടാവുക. അപ്പം വൺസ് ഇൻ എ വീക്കൊക്കെ ചിലപ്പോൾ വീട്ടിലേക്ക് പോകേണ്ടി വരാറുള്ളൂ. സോ അങ്ങനെയുള്ളവരാണെങ്കിലും ആ ഒരു മൊമെന്റിൽ അവരുടെ കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പോയി. പിന്നെ ഫാമിലി ആയിട്ട് ബാക്ക് ടു ആയി. ആ ഒരു ചിലപ്പോൾ ഒരു 2-3 ദിവസമൊക്കെ ഫാമിലിന്റെ കൂടെ ഉണ്ടാവാറുള്ളൂ. ആ ഒരു ദിവസമാണ് എല്ലാവരും ഉണ്ടാവുക. ആ ഒരു ഫാമിലി കൂടെ മനസ്സിലാക്കി വരണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രോസസ്സായിട്ട് എനിക്ക് കേരളത്തിൽ മെയിൻലി തോന്നിയിട്ടുള്ളത്. സോ മെയിൻലി നമുക്ക് ചെയ്യാൻ പറ്റും, അതിനൊരു കുഴപ്പമില്ല. ഉറക്കമാണ് മെയിൻലി. ഫുഡും ഓൺ ടൈം കിട്ടിയെന്ന് വരില്ല, പക്ഷെ ഉള്ള സമയത്ത് ഞങ്ങൾ ഫുഡ് കഴിക്കും. ഫ്ലൈറ്റിലാണെങ്കിലും പറ്റുന്ന പോലെ ഡീഹൈഡ്രേറ്റ്, ഒരുപാട് വെള്ളം കുടിക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഉറക്കവും ഫാമിലിയും അണ്ടർസ്റ്റാൻഡിങ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് നമ്മളാണെങ്കിലും അവരാണെങ്കിലും അവർക്ക് മനസ്സിലാക്കിയാലേ ഉള്ളൂ കാര്യങ്ങൾ മുന്നോട്ട് പോവുക. സോ എനിക്ക് അത്ര ഒരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല ഇതുവരെ. പക്ഷേ വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാര്യം ഈ ജോലി എന്ന് പറയുന്നത് പാറ്റേൺ അങ്ങനെയാണ്. വേറെ എല്ലാ ജോലിനേക്കാളും ഈ ഒരു ജോലി എന്ന് പറഞ്ഞാൽ നമ്മൾ ഭൂമിയിൽ പോലല്ല ചെയ്യുന്നത്, ആകാശത്തിലാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് കഴിഞ്ഞ് വരുന്ന ആ ഒരു മൊമെന്റ്, അപ്പം എൻ്റെ വീട്ടുകാർ എന്നെ മാക്സിമം ഹാപ്പി ആക്കി എന്നെ നോക്കാറുള്ളൂ. അപ്പൊ അതിന് പറ്റുന്ന പോലെ അവരും ശ്രമിക്കുന്നതിനെ കൊണ്ട് എനിക്ക് അങ്ങനെ അത്രയും ഒരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഞാനാണെങ്കിലും ഫാമിലിയിൽ ഇപ്പൊ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ ഉറക്കം ഞാൻ നോക്കാറില്ല. ആ സ്പോട്ടിൽ പോയി ചെയ്ത് തീർത്ത് വന്നിട്ട് ഞാൻ കിടന്നുറങ്ങും. അങ്ങനെ ആ ഒരു മെയിൻറ്റെയിൻ ചെയ്യണം. അത് 2 ഭാഗത്തു നിന്നുള്ള അണ്ടർസ്റ്റാൻഡിങ് മസ്റ്റാണ്. മാം ഇപ്പോ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫിലുള്ള ചലഞ്ചസ് പറഞ്ഞു. അപ്പൊ എനിക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി വേണ്ട 1-2 കാര്യങ്ങൾ ഞാൻ ചോദിക്കുകയാണ്. ഇപ്പൊ നമുക്ക് ഈ ഒരു ഏരിയയിലുള്ള ഒരു മിസ്കൺസെപ്റ്റ് ആണ് കല്യാണം കഴിക്കാൻ പറ്റുമോ. അതായത് ഒരു പ്രായം കഴിഞ്ഞാൽ ഒരു വലിയൊരു പെർസെൻറ്റേജ് ഓഫ് ആളുകളും കൺസേൺഡ് ആണ് അതിനെപ്പറ്റി. പിന്നെ എത്ര ഏജ് വരെ ഇത് ചെയ്യാൻ പറ്റും, അതായത് നമ്മൾ നല്ല ബ്യൂട്ടിഫുള്ളി ഇരിക്കുന്ന ഒരു യങ് ആയിട്ടിരിക്കുന്ന സമയത്ത് ആഫ്റ്റർ ദാറ്റ് വട്ട് വിൽ ദേ ഡിപ്പെൻഡ് ഓൺ.
അത് വളരെ എല്ലാവർക്കും ഒരു മിസ്കൺസെപ്റ്റ് ഉള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിന്റെ ഒരു ക്ലാരിറ്റി തരാൻ പറ്റുമോ? ഷുവർ ഡെഫിനറ്റ്ലി. എനിക്ക് ഒരുപാട് മെസ്സേജസ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വരുന്നതാണ്, കല്യാണം കഴിക്കാൻ പറ്റുമോ. ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് തന്നെ ഒരു സഹതാപത്തോടെയാണ് ആളുകൾ വന്നിട്ട് വിളിക്കുക, അയ്യോ ഇനി കല്യാണം കഴിക്കാൻ പറ്റില്ലല്ലോ. അതെന്താ, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. സോ അതൊരു ആക്ച്വലി ഒരു മിസ്കോൺസെപ്റ്റ് തന്നെയാണ്. ഇപ്പൊ അങ്ങനത്തെ കോൺസെപ്റ്റുകളില്ല. മെഡിക്കൽ ലീവുകൾ തരും, കല്യാണത്തിനാണെങ്കിൽ ഒരു 15 days മിനിമം ലീവ് കമ്പനി തരും. പ്രഗ്നൻസിക്ക് ഒരു 6 months എന്തായാലും ലീവ് തരും. ആ സമയത്ത് ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ഓപ്ഷൻ നമുക്ക് എടുക്കാം. അതല്ല ജോബ് ലൈക്ക് കംപ്ലീറ്റ്ലി വേണ്ട, വീട്ടിലിരുന്ന് റെസ്റ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. കമ്പനി ലീവ് തരും, പെയ്ഡ് ലീവ് തരുന്നുണ്ട്. ML എന്നാണ് പറയാ, മെറ്റേണിറ്റി ലീവ് എന്നാണ് അതിന് പറയാ. കല്യാണത്തിനാണെങ്കിലും അതിന്റെ ലീവ് ഉണ്ട്. ആൻഡ് അപ് ടു 60 years എന്തായാലും വർക്ക് ചെയ്യാം, അതിന് ഒരു മാറ്റങ്ങളും ഇല്ല. അതാ പലർക്കും അറിയില്ല, പലരുടെ വിചാരം ആ ഒരു പ്രായത്തിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് റിസൈൻ ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു കോൺസെപ്റ്റ്സ് ഉണ്ട്. അതൊക്കെ ആക്ച്വലി ഒരു മിസ്കോൺസെപ്റ്റ്സ് ആണ്. വളരെയധികം ആളുകൾക്ക് പിന്നെ ഉപകാരപ്പെടുന്നതാണ്. അത് ഞാൻ എപ്പോഴും വിചാരിക്കും, ഞാനും അത് പറയണം എന്ന് എപ്പോഴും വിചാരിക്കും. അത് പലരും അത് പേടിച്ചിട്ട് ജോയിൻ ചെയ്യാതെ നിൽക്കുന്നവരുണ്ട്. അപ്പം അതൊരു വളരെ മിസ്കോൺസെപ്റ്റ് ആണ്. അങ്ങനത്തെ ഒരു കാര്യമില്ല. അവര് ഉള്ള ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്ത് നടക്കുക, അത്രയോ മെയിൻലി ചെയ്യാൻ പറ്റും. വർക്ക്ഔട്ട് ചെയ്യുക. എത്ര ഏജ് ആണെങ്കിലും ഇപ്പൊ എന്റെ കൂടെ വർക്ക് ചെയ്യുന്നവരിൽ പലരും കല്യാണം കഴിച്ചവരും കുട്ടികളുള്ളവരും ഒരുപാട് കുട്ടികളുള്ളവർ വരെ ഉണ്ട്. അവര് ആ ഒരു റൂട്ടീൻ ഉണ്ടാക്കി കറക്റ്റ് പ്രോപ്പർ ഫുഡ് കഴിച്ച് ഡയറ്റ് എടുത്ത് വർക്ക്ഔട്ട് ഒക്കെ ചെയ്യുന്നാൽ അത് പേഴ്സണലി നമുക്കും ഹെൽപ്ഫുൾ ആണ്. ആ ഒരു എനർജി മെയിൻറ്റെയിൻ ചെയ്തു നമ്മളെ ലൈഫ് സ്റ്റൈലും അടിപൊളിയായിട്ട് തന്നെ പോകും. ആസ് വെൽ ആസ് അതിന്റെ ഒരു കുഴപ്പമില്ല. അത് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മളെപ്പോഴും യങ് ആയിട്ട് മറ്റുള്ള ജോലിയിലേക്കാളും യങ് ആയിട്ട് ഇരിക്കും. അതെ, അത്രയും ടെൻഷൻസ് ഉണ്ടാവാറില്ല ഇതിന്. കുറച്ചും കൂടി ഒരു ബെറ്റർ ആണ് എല്ലാ കാര്യങ്ങളും. അപ്പൊ നമുക്ക് ആ ഒരു ഹാപ്പിനെസ് ഉണ്ട്. പൊതുവെ ഒന്നാമത് ഒരാളുടെ ഒരു സെയിം സെറ്റ് ഓഫ് ക്രൂവിന്റെ കൂടെ ആയിരിക്കില്ല നമ്മൾ ഫ്ലൈ ചെയ്യുക. ഒരാളുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ വേറെ മൂഡായിരിക്കും. അപ്പം ഓരോരുത്തരുടെ സ്റ്റൈൽ ഓഫ് വർക്കിംഗ് ഡിഫറെന്റ് ആയിരിക്കും. പേഴ്സണൽ ഒരു വൈബ് ഓറ ഡിഫറെന്റ് ആയിരിക്കും. അപ്പം ഇറ്റ്സ് എവറി ഡേ ഇറ്റ്സ് എ സർപ്രൈസ്. ഓരോരുത്തരെ നമ്മൾ വേറെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഓഫീസ് അല്ലെങ്കിൽ ആ ഒരു ടീം അത് കോൺസ്റ്റന്റ് ആയിരിക്കും. അവർക്ക് അറിയാം അവരെങ്ങനെയാന്നുള്ളത്. ഞങ്ങള് ഒരു സെക്ടർ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഒരാളെ എങ്ങനെയാന്നുള്ളത് മനസ്സിലാക്കി എടുക്കുന്നത്. സോ അതൊരു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് വൈബ് ആയിരിക്കും. ബോറിംഗ് അല്ല. അതെ, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കും. ഒരുപാട് സ്ഥലത്ത് ഒരുപാട് ആളുകളെയൊക്കെ മീറ്റ് ചെയ്യാം. പേഴ്സണലി ഉള്ളൊരു ഗ്രോത്ത്, ലൈക്ക് ഒരു പേഴ്സണൽ ഗ്രോത്ത് ഇൻ ദ സെൻസ് ഓഫ് ഡെവലപ്മെന്റ്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, അത് എല്ലാം വളരെയധികം ഹൈ ആയിട്ട് നമ്മൾ മാറ്റിയെടുക്കും. ഒരുപാട് പേര്, എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ്, കൊളീഗ്സ്, ഞാനടക്കം എല്ലാവരും ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളുകളുണ്ട്. അവരെല്ലാവരും ഇപ്പൊ കംപ്ലീറ്റ്ലി മാറി ജോയ് ആയി അടിച്ചു പൊളിച്ചു. ഇപ്പൊ ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയും അടിപൊളിയായിട്ട് ഞങ്ങൾ അതിനെ മാറ്റിയെടുക്കും. ആ ഒരു സാധനം, ഒരു ഓറ എനിക്ക് തോന്നുന്നു ഈ ജോലിയിൽ നിന്നാലേ കിട്ടുകയുള്ളൂ എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ബിലീഫ്. ബിക്കോസ് അതിൽ നിന്നുള്ള ചേഞ്ചസ് ഞാൻ ലിറ്ററലി അനുഭവിച്ചു വന്നതുകൊണ്ട് ദാറ്റ്സ് ലൈക്ക് വെരി ഇൻട്രസ്റ്റിംഗ്. നമ്മളൊരു ഫംഗ്ഷന് പോയാലും സ്വന്തം ഫാമിലി ആണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും മറ്റുള്ളവരും ക്യൂരിയസ് ആയിരിക്കും നമ്മളെ കാണാനും സംസാരിക്കാനും ഫ്ലൈറ്റിൽ നടക്കുന്ന ഇൻസിഡൻസ് എന്തൊക്കെയാണെന്നൊക്കെ അറിയാനും ഒക്കെ ആയിട്ട്. അപ്പോൾ അത് നമുക്ക് പറയാനും ഇൻട്രസ്റ്റ് ആയിരിക്കും. കാര്യം ഒരുപാട് സ്റ്റോറീസ് നമുക്ക് പറയാനുണ്ടാവും. അവർക്കും അത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അങ്ങനെ ഒരുപാട് പേര് ഇപ്പൊ ചോദിച്ച് എന്റെ ജോലി കണ്ട് ഈ ഒരു കോഴ്സ് എടുക്കാൻ വേണ്ടി നമ്പർ ഓഫ് ഒരുപാട് കുട്ടികൾ ഇപ്പം +2 കഴിഞ്ഞിട്ടൊക്കെ ലോട്ട് ഒരുപാട് കാര്യത്തില് അങ്ങനെ ഞാൻ ഇൻസ്പയർഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാനൊരു 25 years ആയിട്ടുള്ളൂ. ഞാൻ എൻ്റെ 21st വയസ്സിൽ 21ാമത്തെ വയസ്സിൽ ഞാൻ എൻ്റെ സ്വന്തം കാറ് വാങ്ങി. കഴിഞ്ഞ മാസം എന്റെ ഹൗസ് വാമിങ്, ഞാൻ സ്വന്തമായിട്ട് വീട് വെച്ചു. അപ്പൊ ഈ ഒരു ടൈം ലിമിറ്റിനുള്ളില് ഈസി ആയിട്ട് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവും. പിന്നെ ഒരു സെൽഫ് റെസ്പെക്ട്, എവിടെ നമുക്ക് പേടിക്കാതെ പോവാം. ആ ഒരു ഗട്സ്, ആ ഒരു സ്ട്രെങ്ത് എല്ലാം വരും. ബോൾഡ്നെസ് വരും. കാരണം നമ്മൾ 1 or 2 അല്ല, എത്രയോ ആളുകളെ കാണുന്നുണ്ട്. ആളുകളുടെ സ്വഭാവങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങി. പല സ്ഥലങ്ങളിൽ നമ്മൾ ഒറ്റയ്ക്ക് പോകും. ഞാൻ കാലിക്കറ്റ് വിട്ടു പോവാത്ത ഒരാളായിരുന്നു. ഞാൻ ഇപ്പോൾ ഓൾമോസ്റ്റ് ഇന്ത്യ മൊത്തം കറങ്ങി. ഇന്റർനാഷണലും 12ഓളം ഡെസ്റ്റിനേഷൻസിൽ ഞാൻ പോയി. എവിടെ ഇപ്പൊ എനിക്ക് ഒറ്റയ്ക്ക് പോവാം. ഇപ്പൊ ആരും ഇല്ലെങ്കിലും എനിക്ക് ഒറ്റയ്ക്ക് പോവാം. മറ്റത് ഞാൻ ഒന്ന്
കാലിക്കറ്റ് നിന്ന് സിറ്റിയിലേക്ക് വരണമെങ്കിൽ തന്നെ ഇൻസെക്യൂർഡ് ആണ്. അമ്മ അച്ഛൻ ആരെങ്കിലും ഒരാൾ കൂടെ വേണം. ഇപ്പൊ എനിക്ക് അങ്ങനല്ല, അവർക്ക് ഇപ്പൊ ഞാൻ വേണം. അത്രയും അവർക്കും ഹാപ്പി ആണെങ്കിൽ ബിക്കോസ് ആരോടും എന്തും ചോദിച്ച് മനസ്സിലാക്കാനൊക്കെ നമുക്ക് സെൽഫായിട്ട് ഒരു ഓപ്പൺനെസ് വരും. സോ അതൊക്കെ ഇതിന്റെ വളരെ നല്ലൊരു ബെനിഫിറ്റ്സ് ആണ്. അത് വേറൊരു ജോലിക്കും കിട്ടും എനിക്ക് തോന്നുന്നില്ല. ഒരു ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ പേടിച്ച് ഇരിക്കുന്ന ഒരു മൂഡിൽ നിന്ന് മാറി എല്ലാവരോടും ഭയങ്കര ഹാപ്പി ആയി ജോവിയലായിട്ട് അങ്ങോട്ട് പോയി നമുക്ക് സംസാരിക്കാനുള്ളൊരു ആ ഒരു ടെൻഡൻസി ജോലിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. നമുക്ക് ആവശ്യമുള്ളതൊക്കെ ചോദിക്കാം, ഒരു പേടിയുമില്ല. പൊതുവെ നമ്മളൊരു നമുക്ക് പേടിയുണ്ടാവും ചില ആളുകളോട് എങ്ങനെ സംസാരിക്കണം എന്നുള്ളതൊക്കെ. ഈ ഒരു ജോലിയിൽ കയറി കഴിഞ്ഞാൽ ആ പേടി ഉണ്ടാവില്ല. ആളുകളോട് നമുക്ക് സംസാരിക്കേണ്ട രീതി മനസ്സിലാവും. അതായത് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളുകൾ അവര് അതേ സ്വഭാവത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ പക്ഷെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതെ, കാമായിട്ട് ജോലി ചെയ്യുന്നവരുണ്ടാവും, കാമായിട്ട് വളരെ ആർക്കും ഒരു ഉപദ്രവമില്ലാത്ത രീതിയിലായിരിക്കും ഭയങ്കര കാമായിട്ടുള്ള രീതിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടാവും. ആ ഒരു സ്പേസിൽ നിന്നുകൊണ്ട് തന്നെ അതേ പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്ത് എന്നാൽ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ നടത്തി ആ ഒരു ഫ്ലോ, ആ ഒരു ലൈഫിലെ ഫ്ലോ ആണ് ഈ ഒരു ജോലിയിൽ നിന്ന് മെയിൻലി കിട്ടുക. അത് വേറൊരു ജോലിയിൽ കിട്ടുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ബട്ട് എനിക്കിത് ഹാപ്പിയാണ്. ഞാൻ വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു സ്ട്രീമാണ് എനിക്ക് വർക്ക് ചെയ്യാൻ. ഈ ഒരു ജോലി ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഇനിയിപ്പോ ഈ ജോലി അല്ലെങ്കിൽ വേറൊരു ജോലി ചെയ്യാൻ പറ്റുമെന്ന് ഇപ്പൊ ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അത്രയും കംഫർട്ടാണ്, ഡിഫറെന്റ് കൾച്ചറാണ്, വളരെ കംഫർട്ടായിട്ട് നമുക്ക് ചെയ്യാം. ഒരുപാട് വർക്ക് റിലേറ്റഡ് സ്ട്രെസ് കാര്യങ്ങൾ പ്രഷറൊക്കെ ഉണ്ട്. അത് ആ മൊമെന്റിലേ ഉള്ളൂ. അത് കഴിഞ്ഞ് വന്നാൽ പിന്നെ അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട. ബിക്കോസ് വീട്ടിലെത്തി കഴിഞ്ഞാൽ നമ്മൾ വീട്ടില് ഹാപ്പി ആയിരിക്കും. നാളത്തെ ഒരു ടാർഗറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ഇതിലില്ല. അപ്പൊ ആ ടെൻഷൻസും കാര്യങ്ങളൊന്നുമില്ല. വർക്കിംഗ് ഹവേഴ്സിലുള്ള ടെൻഷൻസ്, വെതർ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ഫ്ലൈറ്റ് ഡൈവേർട്ട് ആവുക, അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ മാത്രമേ ഉള്ളൂ. പക്ഷെ അൾട്ടിമേറ്റ്ലി ഇതൊരു പ്രൗഡ് ജോബാണ്. ഒരു ജോലിയല്ല നമ്മൾ ഇതിൽ ചെയ്യുന്നത്. പാസഞ്ചേഴ്സിന് ടീ സെർവ് ചെയ്ത് കൊടുക്കുക എന്നുള്ള ജോലിയല്ല. അത് അവർക്ക് അവരുടെ ജേർണി കംഫർട്ട് ആക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ടീയും ഫുഡും സെർവ് ചെയ്യുന്നത്, ടീ കോഫി whatever. ബട്ട് അൾട്ടിമേറ്റ്ലി അവരുടെ സേഫ്റ്റിക്കാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ആ ഒരു കോൺസെപ്റ്റ് ആണ് പലർക്കും മാറി ചിന്തിക്കേണ്ടത്. ബിക്കോസ് ഒരാൾക്ക് യെസ്, അതാണ് ബേസിക് സാധനം, അതാണ് ബേസിക് കാര്യം. നമ്മൾ ഫുഡ് കൊടുക്കുന്നു, അത് അവരുടെ ജേർണി കംഫർട്ട് ആക്കാനുള്ള ഒരു കാര്യം മാത്രം. അതാണ് നമ്മുടെ ജോലി എന്നാണ് പലർക്കും ഉള്ള ഒരു കോൺസെപ്റ്റ്. അതൊരു മിസ്കോൺസെപ്റ്റ് തന്നെയാണ്. ബിക്കോസ് അവരുടെ സേഫ്റ്റി, അതുപോലെ നമ്മൾ ജസ്റ്റ് ഗ്രൂം ചെയ്ത് ഇംഗ്ലീഷും ഹിന്ദിയും പറഞ്ഞിട്ട് കയറി പോകുന്നൊരു ജോലിയല്ല. ഇതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. 3-3.5 മാസം ഞങ്ങൾക്ക് ട്രെയിനിങ് തരുന്നത് എന്തൊക്കെ ഡിഫിക്കൽട്ട് കണ്ടീഷൻസിൽ കൂടെ പോകുമ്പോൾ എങ്ങനെയൊക്കെ അത് ഓവർകം ചെയ്യാം. ഫസ്റ്റ് എയ്ഡ് പഠിപ്പിക്കുന്നുണ്ട്. ഫയർ എക്സ്റ്റിംഗ്വിഷർ എങ്ങനെ യൂസ് ചെയ്യാം. ഒരാൾക്ക് ഓൺ ബോർഡ് ഇപ്പം കടലിന്റെ മുകളിൽ കൂടെയാണ് പോകുന്നതെങ്കിൽ ആ ഫ്ലൈറ്റിൽ ഒരു ഡോക്ടർ ഇല്ലെങ്കിൽ ആ ഒരു നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ നിയറസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തുന്നത് വരെ, ആ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യിക്കുന്നത് വരെ ഈ പാസഞ്ചറിനെ നോക്കേണ്ട ഞങ്ങളാണ്. എന്ത് കാര്യം ആയിക്കോട്ടെ, ഡെലിവറി ഓൺ ബോർഡ് നടക്കാറുണ്ട്, ഡെത്ത് ഓൺ ബോർഡ് നടക്കാറുണ്ട്. സോ ആ ഒരു ആളെ കംഫർട്ട് ആക്കിയിരിക്കുന്നത് ചില സമയങ്ങളിൽ മെഡിസിൻസിനെക്കാളും ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആയിരിക്കും അവർക്ക് വേണ്ടി വരും. ചില സിറ്റുവേഷൻസിൽ അങ്ങനെ ഫെയിൻഡ് ആയി പോകുന്ന പാസഞ്ചേഴ്സ് ഉണ്ട്. അവരുടെ ആരുടെങ്കിലും നിയർ ആയിട്ടുള്ള ആളുകളുടെ ഫ്യൂണറലിന് വരുന്നതായിരിക്കും. മെന്റലി അവർ സ്റ്റേബിൾ ആവാതെ ടെൻഷൻ ഓവറായി അതിൽ ഫെയിൻഡ് ആയി പോകുന്ന ആളുകളുണ്ടാവും. അപ്പം സന്തോഷത്തോടെ വരുന്ന ആളുകളെ സന്തോഷത്തോടെ തന്നെ ഡീപ്ലൈൻ ചെയ്യിക്കുക, സങ്കടത്തിൽ വരുന്ന ആൾക്കാർ സന്തോഷത്തിൽ ഡീപ്ലൈൻ ചെയ്യിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഡ്യൂട്ടി. സോ മോർ ഓവർ ഒരു ടെക്നിക്കൽ ഫീൽഡ് അല്ലാതെ ഇമോഷണലി കൂടി കുറച്ചുകൂടി അറ്റാച്ച്ഡ് ആണ് ഈ ഒരു ഫീൽഡിൽ. പാസഞ്ചേഴ്സിനോടാണെങ്കിലും കൊളീഗ്സിനോടാണെങ്കിലും ആ ഒരു ഹാപ്പിനെസ് നമ്മൾ സ്പ്രെഡ് ചെയ്യണം എപ്പോഴും. ഹ്യൂമൻ വാല്യൂസ്, അതെ അതെ, അത് തന്നെയാണ് ഇതിൽ കൂടുതലായിട്ടും ആ ഒരു ക്രൈറ്റീരിയ ആണ് ആസ് എ ക്വാളിറ്റി ഒരു ക്രൂവിന് വേണ്ടിയതെന്ന് ഞാൻ വിചാരിക്കും. ഓക്കെ മാം, ഞാൻ നേരത്തെ ചോദിച്ച ഒരു കാര്യത്തിലേക്ക് ജസ്റ്റ് ജമ്പ് ചെയ്യാണ്. മാം പറഞ്ഞല്ലോ, ഇപ്പോ ചില ടേക്സിൽ നമ്മൾ 7 hours ഒക്കെ വർക്ക് ചെയ്യേണ്ടി വരുന്നു പറഞ്ഞല്ലോ. അപ്പോൾ ഒരു ഓവറോൾ ഇൻ ജനറൽ നമ്മളുടെ വർക്കിംഗ് ഹവർ ആൻഡ് നമുക്ക് കിട്ടുന്ന ഒരു സാലറി കമ്പയർഡ് ടു ദ അതർ ഫീൽഡ്സ് മറ്റുള്ള മേഖലയിനേക്കാളും സ്ട്രെസ് കുറവാണെന്ന് മാം പറഞ്ഞു. അതായത് ടെക്നിക്കലി നമ്മൾക്ക് അത് വർക്ക് ചെയ്യുമ്പോഴുള്ള സ്ട്രെസ്സിൽ അധികം നമ്മൾക്ക് അതിനെപ്പറ്റി ആലോചിച്ചിരിക്കേണ്ട. സോ can you please explain നമ്മുടെ വർക്കിംഗ് അവർ ആൻഡ് സാലറി അതിനെപ്പറ്റി ഒരു ചെറിയ ക്ലാരിറ്റി തരാൻ പറ്റും? ഓൾറൈറ്റ്. സോ ഈ ഒരു ഫീൽഡിൽ
വർക്കിംഗ് ഹവേഴ്സ് ബേസ് ചെയ്തിട്ടാണ് സാലറി വരുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഓരോരുത്തർക്കും ഓരോ കോൺട്രാക്ട് ഉണ്ടാവും, കമ്പനി കോൺട്രാക്ട് ഒരു കൊടുക്കുന്നുണ്ടാവും. ആ കമ്പനി കോൺട്രാക്റ്റിൽ ഇത്ര ഹവേഴ്സ് ആണ് മിനിമം സാലറിക്ക്, ലൈക്ക് ബേസിക് സാലറി കിട്ടാൻ വേണ്ടിയിട്ട് ഇത്ര ഹവേഴ്സ് ഫ്ലൈ ചെയ്യണം എന്നാണ് ഉണ്ടാവുക. ഇറ്റ് ഡിപ്പെൻസ് ഫ്രം കമ്പനി ടു കമ്പനി, അത് ഡിഫർ ആകും. ഞങ്ങൾക്ക് 50 hours ആണ് ഫ്ലൈയിങ് വരുന്നത്. അതിൽ ബേസിക് സാലറി ഈസ് ലൈക്ക് 30+ ഉണ്ടാവും. ടു ബി ഫ്രാങ്ക് 30+ ആണ് ഉണ്ടാകുക. അതൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ വളരെ ചെറിയ അതെ, ഒരു 18 years ജോയിൻ ചെയ്യുന്ന ഒരാൾക്ക് അത്രയും സാലറി വേറെ ഒരു വർക്കിലും കിട്ടില്ല. അപ്പം അതാണ് ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. ഈവൻ ഞാൻ പോലും ഈ ഒരു ജോലിക്ക് വരാനുള്ള കാരണം അതുകൊണ്ട് തന്നെയാണ്. സാലറി ആ ഒരു ഏജിൽ അത്രയും സാലറി എവിടെയും കിട്ടില്ല. വേറെ ഇപ്പൊ ഒരുപാട് പഠിച്ചിറങ്ങിയ ആളുകൾക്ക് പോലും സാലറിയും ജോലിയും കിട്ടാത്തൊരവസ്ഥയാണ്. പക്ഷെ ഇതും അത്ര എളുപ്പത്തിൽ കിട്ടുന്നതല്ല. അതിന് ഒരുപാട് ഹാർഡ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് ബാക്കി സ്കിൽസ് പൊതുവെ ഡെവലപ്പ് ചെയ്യാനുണ്ട്. അത് എല്ലാം ഇതാക്കി ലൈക്ക് 50% ഭാഗ്യവും വേണം. ഒരുപാട് ഭാഗ്യം ചില ഹാർഡ് വർക്ക് കൊണ്ട് മാത്രം നടക്കുന്നില്ല. ടു ബി ഫ്രാങ്ക്, പഠിച്ചിറങ്ങിയത് കൊണ്ടോ അല്ലെങ്കിൽ അത് ഇംപ്ലിമെന്റ് ചെയ്തതുകൊണ്ടോ കിട്ടണമെന്നില്ല. കുറെയൊക്കെ ഭാഗ്യവും വേണം. ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി അറിയാം, കിട്ടാത്ത ആളുകളെയും കിട്ടിയ ആളുകളെയൊക്കെ അറിയാം. സോ ഭാഗ്യം അതിനൊരു ഘടകമാണ്. അറ്റ് ദ സെയിം ടൈം ആ ഒരു സാലറി ആ ഒരു ഏജിൽ കിട്ടുക എന്നുള്ളത്, കിട്ടിക്കഴിഞ്ഞാൽ ലക്കിയാണ്, വളരെ ലക്കിയാണ്. വേറെ അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട, ലക്കിയാണ്. അപ്പൊ ഒരു ഹവേഴ്സ് ലൈക്ക് 50 hours ആണ് ഞങ്ങൾക്ക് ബേസിക് വരുന്നത്. 50 hours ഒരു ഫ്ലൈറ്റ് കഴിഞ്ഞ് വന്നാൽ 12 hours റെസ്റ്റ് ഇസ് മസ്റ്റ്. അത് DGC റൂളും ആണ്. ആ 12 hours റെസ്റ്റ് കൊടുത്തതിന് ശേഷമേ അടുത്ത ഡ്യൂട്ടി തരുള്ളൂ. മന്ത്ലി ഒരു 6 to 8 ഓഫ് ഉണ്ടാകും, പെയ്ഡ് ഓഫ് തന്നെയാണ്. അതല്ലാതെ വേറെ ഒരു ലീവായിട്ടൊരു 18 ഡേയ്സിന്റെ ഒരു ഇയർലി ലീവ് ഉണ്ടാവും. സിക്ക് ലീവ്സ് ഉണ്ടാകും, 12 സിക്ക് ലീവ്സ് ഉണ്ടാവും. നമുക്ക് കഫ് കോൾഡ് ഒക്കെ ഉള്ള സിറ്റുവേഷൻസിൽ ഫ്ലൈ ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ ഇയർ റപ്ചർ ആവും. ആ സമയത്ത് അതിന് വേണ്ടി സെപ്പറേറ്റ് ഒരു 6 ലീവ്സ് ഉണ്ട്. URTI ലീവ്സ് എന്ന് പറയും. അപ്പോൾ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ, നമുക്ക് മെറ്റേണിറ്റി ലീവ് വേണമെങ്കിൽ അതിന്റെ ലീവ്സ് വേറെ ഉണ്ട്. അപ്പൊ ലീവുകൾ അങ്ങനെയുണ്ട്. ഫ്ലൈങ് 50 hours കഴിഞ്ഞ് ബാക്കി എക്സ്ട്രാ അവേഴ്സ് ഫ്ലൈ ചെയ്യുമ്പോൾ അതിന് എക്സ്ട്രാ സാലറി ഒരു എമൗണ്ട് ആയിട്ട് കിട്ടും. അപ്പോൾ ഈ മിനിമം ഒരു 50 hours എന്തായാലും ഫ്ലൈ ചെയ്യണം, അല്ലെങ്കിലും ബേസിക് സാലറി എന്തായാലും കിട്ടും. അപ്പാർട്ട് ഫ്രം ലീവ് വിത്തൗട്ട് പേ, ആ ഒരു സിറ്റുവേഷൻ, ഈ ലീവുകളൊക്കെ എക്സോസ്റ്റ് ചെയ്തിട്ട് വരുന്നതാണ്. ആ ഒരു സിറ്റുവേഷനിൽ സാലറി കട്ട് ചെയ്യും. അല്ലാത്ത സിറ്റുവേഷൻസിൽ ഈ 50 hours തന്നെ ഫ്ലൈ ചെയ്യണം. അത് ഡിഫർ ആവും. ചിലപ്പോൾ വെതർ കണ്ടീഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ പ്രോസ്ട്രിങ് ആണെങ്കിൽ ഒരു 76-86 hours ഒക്കെ നമ്മൾ ഒരു മാസം ഫ്ലൈ ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരും. പക്ഷെ അതിന് സാലറി ഉണ്ട്, എക്സ്ട്രാ സാലറി ആയിട്ട് അത് വരും. പിന്നെ അലവൻസസ് ഉണ്ട്. നമുക്കൊരു ലേ ഓവർ ബേസിക് എന്ന് പറയുന്നത് ഒരു മന്തിലാണല്ലേ? ഒരു മന്തിൽ, അതെ, ഒരു മന്തിൽ അത്രയും അവേഴ്സ് ഫ്ലൈ ചെയ്യുന്നു. പക്ഷെ അതിനിടയിൽ ഗ്യാപ്സ് ഉണ്ട്. നമുക്ക് ഉറങ്ങാനുള്ള ഗ്യാപ്പ് 12 hours എന്തായാലും റെസ്റ്റ് കിട്ടും. പിന്നെ അലവൻസ് കിട്ടും. നമ്മൾ ഒരു സ്ഥലത്ത് നമ്മളെ ബേസ് മാറി വേറൊരു ബേസിൽ പോയിട്ട് അവിടെ അവർ തന്നെ ഹോട്ടൽ പ്രൊവൈഡ് ചെയ്യും, ട്രാൻസ്പോർട്ടേഷൻ, എയർപോർട്ട് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അതിനൊരു അലവൻസ് നമുക്ക് ഇങ്ങോട്ട് തരാൻ ചെയ്യും. സോ അതും ബെനിഫിറ്റാണ്. ഇന്റർനാഷണൽ ആണെങ്കിൽ കുറച്ച് കൂടുതലായിരിക്കും അലവൻസ്. ഡൊമസ്റ്റിക് ആകുമ്പോൾ വേറൊരു അലവൻസ് ആണ്. അതും ഈ മന്ത് ഓഫ് റോസ്റ്ററിൽ ഒരു സ്കെഡ്യൂളിൽ ആഡഡ് ആണ്. സോ അതും എക്സ്ട്രാ അലവൻസ് ആയിട്ട് കിട്ടുന്നതാണ്. അങ്ങനെ ബെനിഫിറ്റ്സ് കുറേ ഉണ്ട്. പിന്നെ നമുക്ക് നമ്മളെ കമ്പനി ഡിസ്കൗണ്ട്സ് ഒക്കെ ഉണ്ടാവും. ചില ഹോട്ടൽസോ അങ്ങനെ നിങ്ങൾക്ക് ടൈപ്സ് ഉണ്ടാവുന്ന സമയത്ത് അങ്ങനത്തെ ഡിസ്കൗണ്ട്സ് കാര്യങ്ങളൊക്കെ വരും. ബെനിഫിറ്റ്സ് കുറേ ഉണ്ട് ക്രൂ ആവുമ്പോൾ. ഓക്കെ മാം, അപ്പോൾ ഈ സംസാരിച്ചതെന്ന് വെച്ച് നമുക്ക് ക്ലിയർ ആണ്. ഒരു 18 വയസ്സ് കഴിഞ്ഞ അല്ലെങ്കിൽ +2 കഴിഞ്ഞ ഒരു കുട്ടീനെ സംബന്ധിച്ച് നല്ല ഹൈ സാലറി പ്ലസ് ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ ക്വാളിറ്റി ഉള്ള ഒരു ലിവിങ് സ്റ്റാൻഡേർഡ് അത് അവര് അച്ചീവ് ചെയ്യാണ്. ഇറ്റ്സ് സോ എക്സൈറ്റിംഗ്. അപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ ഏവിയേഷൻ കോഴ്സിന് ചേരണമെന്ന് ആഗ്രഹിക്കുന്ന, ക്രൂവിലും മെമ്പർ ആണെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികളും പാരന്റ്സും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവരോട് എന്താ പറയാനുള്ളത്? അതായത് സ്കിൽ സെറ്റ് ആണെങ്കിലും, അതായത് ജനറലി അവരെങ്ങനെ അത് ബിൽഡപ്പ് ചെയ്യണം എന്നാണ് മാം അവർക്ക് കൊടുക്കുന്ന അഡ്വൈസ്? ജനറലി പറയുകയാണെങ്കിൽ ഒരു കോഴ്സിന് ചേർന്ന് അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് കിട്ടുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ബിക്കോസ് അറിയില്ല, +2 കഴിഞ്ഞ ഒരു കുട്ടിക്ക് പുറത്ത് നടക്കുന്നത് എന്തൊക്കെയാണ്, വേൾഡിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, കമ്മിങ് ടു ദിസ് ജോബ് കൂടുതൽ അറിയാൻ ചാൻസ് ഇല്ല. ഇപ്പോഴത്തെ സ്റ്റുഡൻസ് അധികവും റീൽസ് കണ്ടിട്ട് ഇൻട്രസ്റ്റഡ് ആയി വരുന്നവരാണ്. സോ ഈ റീൽസിൽ കാണിക്കുന്നത് കംപ്ലീറ്റ്ലി കാണിക്കുന്നതും ഉണ്ട്, കാണിക്കാത്തതും ഉണ്ട്. സോഷ്യൽ മീഡിയ ഓൾവേസ് ലൈക്ക് ദാറ്റ്. പക്ഷെ അതല്ല, ഉള്ളിൽ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ഒരു ജോലിയാണത്.
സോ മറ്റുള്ളവർ കണ്ട് അല്ലെങ്കിൽ അവര് കൂടെയുള്ള ഫ്രണ്ട് ജോലിക്ക് ആ ഒരു ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നു, ഞാനും ചെയ്യുന്നു, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിൽ ഈ ജോലിക്ക് ആരും അപ്ലൈ ചെയ്യരുത്. പക്ഷെ നമ്മൾക്ക് അതിന്റെ അഡീഷണൽ ആയിട്ടുള്ള സ്കിൽസ് വേണം. അതെ, ബിക്കോസ് എല്ലാവർക്കും ആ സ്കിൽ കിട്ടിക്കോളണമെന്നില്ല. പഠിച്ചാലും അത് ഇംപ്ലിമെന്റ് ചെയ്തെടുക്കാൻ ഡെവലപ്പ് ചെയ്ത അതെ വളരെ ഒരു ബുദ്ധിമുട്ടുള്ളതാണ് ഈ ഒരു സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക. ചിലവർക്ക് കുറച്ച് കഴിഞ്ഞ് ബോറടിക്കാൻ മതിയാവും, ചിലപ്പോൾ അവർ നിർത്തി പോകാം, അങ്ങനത്തെ പ്രശ്നങ്ങൾ വരാം. ലാംഗ്വേജ് നമ്മളൊരു കേരളത്തില് എനിക്ക് തോന്നുന്നു ഹിന്ദി കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ്. ബിക്കോസ് ഞാൻ പേഴ്സണലി എനിക്ക് ഹിന്ദി അറിയില്ലായിരുന്നു, സംസാരിക്കാൻ അറിയില്ല. ആ ഒരു ഫ്ലോയില് നോർത്തിലുള്ള ആളുകൾ സംസാരിക്കുന്ന ആ ഒരു ഫ്ലോയില് സംസാരിക്കാൻ അറിയില്ലായിരുന്നു. സോ ഈ ഒരു ജോലി കയറി കഴിഞ്ഞ് കൂടെയുള്ള കുട്ടികളൊക്കെ ആയിട്ട് മിങ്കിൾ ചെയ്താണ് ഞാൻ ഹിന്ദിയിലേക്ക് കുറച്ചുകൂടി അഡീഷണലി ഞാൻ അറ്റാച്ച്ഡ് ആയി. ഹിന്ദി സംസാരിക്കാനപ്പോൾ ആരോടും വളരെ ഹിന്ദിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇംഗ്ലീഷും ഹിന്ദിയും മസ്റ്റാണ്. അത് ഇല്ലെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടാവും. ഹിന്ദി അറ്റ്ലീസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെങ്കിലും ചോദിക്കാനും പറയാനും അറിയണം. സോ ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി ഈസ് വെരി മസ്റ്റ്. അപ്പോൾ നമുക്ക് ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഒരുപാട് അതെ അങ്ങനത്തെ കോച്ചിങ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പോയി, അതാണ് ആ കോഴ്സിനെ കൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ. കാര്യം അത് വേറെ ഡയറക്ട്ലി പോകുന്ന സമയത്ത് നമുക്കത് കിട്ടിക്കൊള്ളണമെന്നില്ല. കോഴ്സസിൽ ചേരുന്നത് കൊണ്ട് അത് എക്സ്ട്രാ ആയിട്ട് നമുക്ക് കിട്ടും. സോ ആ ഒരു ലാംഗ്വേജ് ബാരിയർ ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് ഐഡിയാസ് കിട്ടും എങ്ങനെയൊക്കെ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരും. സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ അതിനൊരു രീതിയുണ്ട് എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ളത്. ചുമ്മാ നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ച പോലത്തെ രീതിയല്ല, അതിൻ്റെതായ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ബോഡി ലാംഗ്വേജ്. സോ ഫൈനലി എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ കുട്ടികൾ ഈ ജോയിൻ ചെയ്യുന്ന കുട്ടികൾ വളരെ പാഷനേറ്റ് ആയിരിക്കണം. ഈ ഒരു ജോലി എന്ന് പറയുന്നത് വളരെ എൻജോയ് ചെയ്ത് ചെയ്യാനുള്ളൊരു ജോലിയാണ്. ഞാനൊക്കെ അധികം സർവീസിൻ്റെ ഇടയിലൊക്കെ ചുമ്മാ പാട്ടൊക്കെ പാടും, പാസഞ്ചേഴ്സ് കേൾക്കാതെ. പക്ഷെ പാസഞ്ചേഴ്സിൻ്റെ ഇടയിൽ നിന്നിട്ട് അപ്പം നമുക്ക് ആ ഒരു ജോലിയിൽ ആ ഒരു മൂഡ് വരും. അപ്പം നമ്മൾ ആ പാസഞ്ചേഴ്സിനെയും ഹാപ്പി ആക്കും. അവരോട് ചുമ്മാ ഇൻട്രാക്ഷൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ജോലി എന്നതിലുപരി കാഷ്വലായി തന്നെ നമ്മൾ ആ ഒരു മൂഡിനെ കൊണ്ടുപോകണം. സോ എന്താ പറയുക, സാലറിക്ക് വേണ്ടി മാത്രം അല്ലെങ്കിൽ ആ ഒരു ലൈഫ് സ്റ്റൈലിന് വേണ്ടി മാത്രം ഈ ജോലിനെ കാണരുത്. പാഷനേറ്റ് ആയിരിക്കണം ഇൻസൈഡ്. ഞാൻ ഒന്നും അറിയാതെ വന്ന ഒരാളാണ് ഞാൻ. ഈ ലൈഫ് എന്താണ്, ഏവിയേഷൻ എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി ആ ഒരു ഹാപ്പിനെസ് ഞാൻ അറിഞ്ഞതിന് ശേഷം I was so excited. Every day എങ്ങനെ ഹാപ്പി ആക്കാം, കൂടുതൽ എങ്ങനെ എക്സൈറ്റഡ് ആക്കാം. എൻ്റെ കൂടെയുള്ള കുട്ടികളെ ആണെങ്കിൽ ഞാൻ ചുമ്മാ ജസ്റ്റ് കാഷ്വലി ഒരു ചോക്ലേറ്റ്സ് കൊടുക്കും. ഡെയിലി ഞാൻ ആർക്കെങ്കിലും ഒരു ചോക്ലേറ്റ് കൊടുക്കും, എന്തെങ്കിലും ഒരു നോട്ട് കൊടുക്കും. വാട്ട് ഐ ഡു ഇസ് ദാറ്റ് ഐ ഒബ്സർവ് പീപ്പിൾ. ആളുകളെ, പാസഞ്ചേഴ്സിനെ ആണെങ്കിലും കുട്ടികളെ ആണെങ്കിലും കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളെ ആണെങ്കിലും ഞാൻ ഒബ്സർവ് ചെയ്തിട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദ ഫ്ലൈറ്റ് അവരുടെ പാസഞ്ചേഴ്സ് ആണെങ്കിൽ അവർ പോകുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലും ഒരു നോട്ട് കൊടുക്കും, അവരെ കുറിച്ചിട്ട് ഒരു ചോക്ലേറ്റ് കൊടുക്കും. അതേപോലെ അതുകൊണ്ട് എനിക്ക് എക്സ്ട്രാ ഒന്നും കിട്ടുന്നില്ല, എക്സ്ട്രാ സാലറി ഒന്നും കിട്ടുന്നില്ല. പക്ഷെ അത് എൻ്റെ ഒരു സന്തോഷമാണ്. അതുകൊണ്ട് മറ്റുള്ള ആളുകൾക്കും സന്തോഷം ഉണ്ടാകും. ബിക്കോസ് നമുക്കറിയില്ല ഒരാൾ എന്തിലൂടെയാണ് കടന്നു പോകണമെന്ന് നമുക്കറിയില്ല. പക്ഷെ ഈ ഒരു ജോലി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആൾക്കാരുടെ കണ്ണിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത്രയും എക്സ്പീരിയൻസസ് നമുക്ക് കിട്ടും. ഈ ഒരു ഫ്ലൈറ്റിൽ ഇത്രയും ആളുകൾ, ഈ ഒരു 186 പേര് ഒരു ദിവസം ഒരു സമയത്ത് നമ്മൾ മാനേജ് ചെയ്യണം. പലരുടെയും ഇമോഷൻസ് പലതായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. സോ അത് പാഷനേറ്റ് ആയിട്ട് എടുത്താൽ മാത്രമേ കിട്ടുള്ളൂ. ആ ഒരു ഫീലോട് കൂടി നമ്മൾ ചെയ്യണം. അതുകൊണ്ട് ആ ഒരു പാഷൻ ലൈഫിൽ വേണം. അങ്ങനെയുള്ള ആളുകളാണ് ഈ ജോലിയിലേക്ക് വരേണ്ടത്. ബിക്കോസ് റീസെൻ്റ്ലി ഞാൻ എൻ്റെ വരുന്ന ജൂനിയേഴ്സ് ആണെങ്കിലും ഔട്ട് ഓഫ് നോവെയർ എന്തൊക്കെയോ കേട്ട് എന്തൊക്കെയോ കണ്ട് റീൽസും അത് ഇതെല്ലാം കണ്ടിട്ട് വരുന്നവരാണ്. അവർക്കൊരു പാഷൻ ഇല്ല, സിൻസിയാരിറ്റി ഇല്ല, എങ്ങനെ ജോലി ചെയ്യണം എന്നറിയില്ല. ഒരു ജനറേഷൻ ടൈപ്പിൽ എന്തോ ഒരു ചുമ്മാ ഒരു ഇൻട്രസ്റ്റ്, ഒരു വ്ളോഗ് എടുക്കാൻ വേണ്ടി വരുന്ന പോലെയാണ് ജോലിക്ക് വരുന്നത്. അപ്പം അതല്ല, ഇതിൻ്റെ അകത്തുള്ള റെസ്പോൺസിബിലിറ്റീസ് എന്നാൽ ഓരോരോ ജീവൻ നമ്മളെ കയ്യിലാണ്. നമ്മളുടെ മൈൻഡ് ഔട്ട് ഓഫ് മൈൻഡ് ആണെങ്കിൽ ഇത്രയും ആൾക്കാരുടെ ജീവനാണ് നമ്മളെ കയ്യിലുള്ളത്. നമ്മൾ എന്തെങ്കിലും ഒരു പൊട്ടത്തരം ചെയ്താൽ, ഒരു ഫ്ലൈറ്റിൽ ഒരു ഡോറ് തുറന്നു പോയാൽ, അടയ്ക്കേണ്ട ഡോറ് തുറന്നു പോയാൽ, അല്ലെങ്കിൽ തുറക്കേണ്ട ഡോർ അടച്ചു പോയാൽ പലതും ചേഞ്ച് ആവും. പല പ്രശ്നങ്ങളും അവിടെ വരും, ആക്സിഡൻസ് വരും. നമ്മുടെ ശ്രദ്ധ കൊണ്ട് വരെ ആക്സിഡൻസ് വരും, മറ്റുള്ളവരുടെ ജീവൻ പോവും. അപ്പം അത്രയും പീസ് ഓഫ് മൈൻഡ് വേണം, അത്രയും ഒരു സന്തോഷം വേണം. ആ ഒരു ഹാപ്പിനെസ് ആണ് ഈ ഒരു പാഷന്, ഈ ഒരു ജോലിക്ക് വേണ്ടത്. പിന്നെ പലരുടെയും ഒരു മിസ്കോൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ ഭംഗിയുള്ളവർക്ക് മാത്രമേ ജോലി ചെയ്യാൻ പറ്റൂ എന്നാണ്. അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഇല്ല. ഭംഗി കൊണ്ട് മാത്രം കിട്ടിയില്ല, എന്നാൽ ഭംഗി ഒട്ടും ഉണ്ടാവാതിരിക്കണം എന്നുമല്ല പറയുന്നത്.
ഉള്ള ഭംഗി ക്ലീൻ ആയിട്ട് കൊണ്ടു നടക്കുക. അത് പേഴ്സണൽ ഹൈജീൻ ആണ് ഞാൻ മെയിൻലി പറഞ്ഞത്. കാര്യം നമ്മൾ പാസഞ്ചേഴ്സിനെ സെർവ് ചെയ്യുന്നതാണ്, നമ്മൾ പാസഞ്ചേഴ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഉള്ളത് ക്ലീൻ ആക്കി കൊണ്ടുവയ്ക്കുക. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ ക്രൈറ്റീരിയയിൽ സ്കാർസും കാര്യങ്ങളൊന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞത്. അതുകൊണ്ടാണ് ഗ്രൂമിങ് സ്റ്റാൻഡേർഡ്സ്. അതുകൊണ്ട് ഗ്രൂമിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഉള്ള ഭംഗി എൻഹാൻസ് ചെയ്യിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഗ്രൂമിംഗ് എന്നുള്ളൊരു പോയിന്റ് നമ്മൾ എംഫസൈസ് ചെയ്യുന്നത് ഈ ഒരു വർക്കിന് വേണ്ടിയിട്ട്. സോ ഉള്ള ഭംഗി എങ്ങനെയായാലും അത് എങ്ങനെ കൊണ്ടു നടക്കണം എന്നുള്ളത് നമ്മുടെ ഉള്ളിലുള്ള ഓറയാണ്. അതെ അതെ അതെ. ഭംഗി എന്നുള്ളത് പുറമേ ഉള്ള ഭംഗിനെക്കാട്ടിയും ഉള്ളിലുള്ള സന്തോഷം സ്പ്രെഡ് ചെയ്യാന്നുള്ളതാണ് മെയിൻലി ഈ ഒരു ജോബിന് വേണ്ടത്. ആൻഡ് അൾട്ടിമേറ്റ്ലി ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻസിൽ പേരൻസ് കൂടിയും അവരെ സപ്പോർട്ട് ചെയ്യണം. അവർക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, ലിറ്ററലി കംപ്ലീറ്റ്ലി പാഷനേറ്റ് ആണെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യണം. ബിക്കോസ് ഒരുപാട് കുട്ടികൾ എന്നോട് വന്ന് ചോദിക്കാറുണ്ട്, അവർ ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴും അവരുടെ പേരൻസ് സമ്മതിക്കാറില്ല. അപ്പോൾ അവർക്കൊരു ടെൻഷൻ ഉണ്ടാവും, എങ്ങനെയാണ് ഇവർ വർക്കിംഗ് കാര്യങ്ങൾ എങ്ങനെയാണ് ഫാമിലിയിൽ വിട്ടു നിൽക്കേണ്ടതൊക്കെ. പക്ഷേ എന്തുകൊണ്ടും സേഫ് ആയിട്ടുള്ള ഒരു ജോബാണ്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, നമുക്ക് ലൈഫിലൊരു ഗ്രോത്ത് ഉള്ള ഒരു ജോബാണ് ഈ ക്യാബിൻ ക്രൂ എന്നുള്ള ജോബ്. പേരൻസ് ആണെങ്കിലും യു ക്യാൻ ബി ഹാപ്പി ദാറ്റ് യുവർ കിഡ് ഇസ് ഗ്രോയിങ് ഇൻ എ വെരി ഗുഡ് ലൈഫ് സ്റ്റൈൽ. നല്ല ഒരുപാട് ചേഞ്ചസ് വരും. പേഴ്സണലി എന്താ പറയുക, ഫാമിലിയിൽ ഒരുപാട് ആളുകൾ പേരൻസ് തന്നെ എന്നോട് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മക്കൾ മോള് വളരെ ചേഞ്ചായി ഈ ഒരു ജോലിക്ക് വന്നതിന് ശേഷം. ഇൻ എ വെരി ഗുഡ് വേ. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചേഞ്ച് ആവാം, അൾട്ടിമേറ്റ്ലി അതും നമ്മുടെ കയ്യിലാണ്. അതുകൊണ്ട് പ്ലേസ്മെന്റ് സാലറി എന്ന് മാത്രം ഉദ്ദേശിക്കാതെ പാഷനേറ്റ് ആയിട്ട് കൂടുതൽ ആളുകൾ ഈ ജോലിക്ക് വേണ്ടി വരിക. ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കിട്ടുന്നതല്ല. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞാൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ഇൻ എ വെരി ഗുഡ് വേ നമുക്ക് ജീവിക്കാം. ജീവിക്കണം എന്നുള്ള നമ്മളെ കോൺസെപ്റ്റ് ആണ് അൾട്ടിമേറ്റ്ലി അത് എവിടെയാണെങ്കിലും. പക്ഷെ നല്ല രീതിയിൽ ജീവിക്കാനുള്ള എല്ലാ സ്കോപ്പും ഉള്ള ഒരു ഫീൽഡാണത്. അപ്പോൾ പേരൻസും അത് മനസ്സിലാക്കുക, വരുന്ന കുട്ടികളും അതിനെ ലൈറ്റായിട്ട് എടുക്കാതെ സീരിയസ്നെസ്സോട് കൂടി തന്നെ എടുത്ത് പഠിച്ച് അത് ഇംപ്ലിമെന്റ് ചെയ്യുക. ബിക്കോസ് കോഴ്സസ് തരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണെങ്കിൽ അവർ പ്ലേസ്മെന്റ്സ് അവർക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഹൗ യു പെർഫോം ഓൺ ദി ഇന്റർവ്യൂ പാനൽ ഇസ് വാട്ട് മേക്കിംഗ് യുവർ ലൈഫ്. സോ ആ ഒരു കേസ് എടുത്ത് നോക്കുമ്പോൾ എങ്ങനെയാണോ നിങ്ങൾ ഇന്റർവ്യൂ പാനലിൽ ബിഹേവ് ചെയ്യുന്നത്, ഇറ്റ്സ് കംപ്ലീറ്റ് അതാണ് ആ ഒരു കോഴ്സിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് എടുക്കുമ്പോഴാണ് അത് കംപ്ലീറ്റ്ലി നിങ്ങളെ ലൈഫ് ഡിസൈഡ് ചെയ്യുന്നത്. ഈ ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള ആളുകൾക്ക് നമ്മൾ ട്രെയിനിങ് മാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കി എല്ലാം നമ്മുടെ കയ്യിലാണ്. സോ എല്ലാ ദിവസവും അത് മോൾഡ് ചെയ്ത് ബെറ്റർ ആക്കി എടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ പേരൻസും അതിനെ സപ്പോർട്ട് ചെയ്യണം. കുട്ടികളാണെങ്കിലും അതിനെ ലൈറ്റായിട്ട് എടുക്കാതെ ഒരു നല്ല രീതിയിൽ കൊണ്ടുപോയാൽ അത് ഏറ്റവും നല്ലൊരു മികച്ച ലൈഫിൽ എത്തും. ദാറ്റ്സ് മൈ ഓൺ എക്സ്പീരിയൻസ്. ഞാൻ ഇവോൾവ് ചെയ്ത് വന്നൊരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഇന്ന് ഒന്നും അറിയാതെ കാലിക്കറ്റിൽ നടന്ന് പഠിച്ച് വളർന്ന ഒരാളെന്ന നിലയിൽ ഇപ്പം എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ടായി ലൈഫ്, പേഴ്സണലി പ്രൊഫഷണലി ആണെങ്കിലും. ഐ എം സോ ഹാപ്പി, ഐ എം സോ ഗ്രാറ്റിറ്റ്യൂഡ്, ഐ എം ഹാവിങ് ദാറ്റ് ഗ്രാറ്റിറ്റ്യൂഡ് ടു എവറിബഡി. സോ ദാറ്റ്സ് വാട്ട് ഐ വാണ്ടഡ് ടു ടെൽ. മാമിന്റെ വിലപ്പെട്ട സമയം നമ്മൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് സ്പെൻഡ് ചെയ്തു. ഒരുപാട് ഇൻഫർമേഷൻസ് ഇപ്പോഴത്തെ കുട്ടികൾ അവർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന, അവർ അറിയണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ് മാം ഇപ്പോൾ ഷെയർ ചെയ്തിട്ടുള്ളത്. അതിനൊരു വലിയ താങ്ക്സ്. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്.